വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കർപ്പ് റെക്കോർഡ്സ്. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് മ്യൂസിക് വീഡിയോ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. ബലാത്കാർ ഈസ് മോസ്റ്റ്ലി ലൈക്ക് ഇപ്പോൾ നമ്മൾ സിനിമയിൽ ബുക്സ് അഡാപ്റ്റ് ചെയ്ത് സിനിമയിലേക്ക് കൊണ്ടുവരും. മൂണിൽ പോയി ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ മൂണിന് ബാക്ക്ഗ്രൗണ്ടിലോ അടിപൊളിയായിരിക്കും. മൂന്ന് പോയിട്ട് പച്ചത്തുണി വിരിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല. 42 വീഡിയോസിലാണെങ്കിലും അതിന്റെ ഒരു റെഫറൻസ് തന്നെയാണ് ബിൽഡിങ്സും കൾച്ചറും പരിപാടിയും വരുന്നുണ്ട്. രണ്ട് കൊച്ചുങ്ങളും ഒരു അച്ഛനും അവരെല്ലാം ഈ വീട് മൊത്തം ടോയ്സ് ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെ കേടാക്കും, നശിപ്പിക്കും ഈ വീടിനെ. എന്നിട്ട് ഇവർ തന്നെ ഇരുന്ന് അടിച്ചു വാരി. എനിക്ക് അങ്ങനെ വലിയ ബ്രേക്കപ്പുകളും പരിപാടികളൊന്നും ഇല്ലാത്തതായിരിക്കും. മുംബൈയിലെ ഒട്ടുമിക്ക യങ് ഏജ് വീഡിയോ ഡയറക്ടേഴ്സ്, ക്രിയേറ്റേഴ്സ്, പ്രൊഡക്ഷൻ ഹൗസസ് ഇവരെല്ലാവരും എക്സ് ഡാൻസേഴ്സ്. So we have 2 dancers on നോട്ട് ഇൻ ദ സെയിം ലീഗ് ബട്ട് സ്റ്റിൽ couch full of dancers. ഹലോ ഗൈസ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് കർപ്പ് റെക്കോർഡ്സ്. ഇന്ന് നമ്മൾ ഇരിക്കുന്നത് മ്യൂസിക് വീഡിയോ ഡയറക്ടേഴ്സിൻ്റെ കൂടെയാണ്. വാട്ട് വി സീ ആസ് എ ആർട്ടിസ്റ്റ് ഓർ വാട്ട് വി ആസ് എ കൾച്ചർ വാട്ട് വി ആർ പുഷിങ് ഫ്രം ദി സൗത്ത് or from the nation itself is through these guys' lens. So let's chat with them, let's have a conversation with them and see how the independent scene is progressing, how music is progressing and how the whole visual story or the language itself is progressing. ഇന്ന് നമ്മുടെ ഉള്ളത് ബേസിൽ പ്രസാദ്, പ്രണവ് ശശിധരൻ, മനു ഹസൻ ആൻഡ് മൈക്കിൾ. എല്ലാവർക്കും ഒരു ബോഡി ഓഫ് വർക്ക്സ് നമുക്ക് ജസ്റ്റ് കാഷ്വലായിട്ട് നമുക്ക് സംസാരിച്ചു പോകാം. എന്താണ് നിങ്ങളുടെ ബോഡി ഓഫ് വർക്ക്സ്, എന്താണ് നിങ്ങളുടെ പാസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നത്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ മ്യൂസിക് സീനിലേക്ക് വരുന്നത്, വിഷ്വൽ സ്റ്റോറി ടെല്ലേഴ്സ് ആയിരുന്നോ പ്രീവിയസ്ലി നിങ്ങളെല്ലാവരും. അപ്പോൾ അത് ബേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോ ടു ഗൈ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബേസിൽ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബേസിൽ നിന്ന് പറഞ്ഞു തുടങ്ങി, എന്തൊക്കെയാണ് പരിപാടികൾ, എങ്ങനെയൊക്കെ പോകുന്നു മ്യൂസിക്? കുഴപ്പമില്ല, പോകുന്നുണ്ട്. സ്റ്റാർട്ടിങ് അറിയാലോ, നമ്മൾ മ്യൂസിക് വീഡിയോസ് ഇപ്പോഴത്തെ ഒരു പരിപാടി നീ പറഞ്ഞു. ഇപ്പം എന്താണ് ഇപ്പോൾ ലൈക്ക് എല്ലാം ചെയ്യുന്നുണ്ട്. മ്യൂസിക് വീഡിയോസ്, അഡ്വർടൈസ്മെന്റ്സ്, സ്കെച്ച്, എല്ലാം ടൈപ്പ് ഓഫ് പരിപാടികളും ചെയ്യുന്നുണ്ട്. സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ബാക്ക് പാരലി എഴുതി പോകുന്നുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ മ്യൂസിക് വീഡിയോ പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ള ആളല്ല, ആക്സിഡന്റലി സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ ബേസിലെ ആദ്യം കാണുന്ന മ്യൂസിക് വീഡിയോയുടെ ഒരു വർക്കായിട്ട് വിഷ്ണുദാസിന്റെ ഒരു പ്രോജക്റ്റ്, ദാസിയുടെ ഒരു പ്രോജക്റ്റുമായിട്ട് നമ്മൾ 2020 കോവിഡിന്റെ ആ ഒരു ടൈമിൽ അതൊരു ഗെയിമിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഞാൻ ട്രാക്ക് ഓർക്കുന്നില്ല. അന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ പിച്ചിങ്ങും പരിപാടികളും ഒക്കെ നടന്ന്, അപ്പോൾ അപ്പോഴും തൊട്ടേ ഈ ഒരു ഇതില്ല, നമ്മളും ആ സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് വരുന്നത് മ്യൂസിക്. ഉള്ളൂ ഇൻഡിപെൻഡൻറ്റ് സീനിലും കാര്യങ്ങളിലും എല്ലാം നമ്മളും അപ്പോഴാണ് തുടങ്ങുന്നത്. അപ്പോൾ തൊട്ടേ ബേസിൽ സർവ്വവ്യാപിയായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട്. എങ്ങനെയുണ്ട് വർക്ക് പരിപാടി? ഇപ്പം റീസെൻറ്റ് പാതിരയുടെ മൂടൊക്കെ ലൈക്ക് അത്യാവശ്യം എല്ലാവരും നല്ല റെസ്പോൺസാണ് തന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ലൈക്ക് മ്യൂസിക് വീഡിയോസും ലൈക്ക് എന്താ പറയുക, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. AI വരുന്നുണ്ട്, മറ്റ് പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്സ്കെയിൽ ചെയ്യാന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രണവ് ലാസ്റ്റ് ഇയറിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മ്യൂസിക് വീഡിയോസ് ജനറേറ്റ് ചെയ്ത ആളാണ്, ഡയറക്റ്റ് ചെയ്ത ആളാണ്. ബല്ലത്ത ജാതി എക്സ്പീരിയൻസ്. ബട്ട് ബിഫോർ ദാറ്റ് D4 ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് D4 was 9 years back. 10ാമത്തെ വർഷമാണ്. സോ ഇറ്റ്സ് ലൈക്ക് ലോങ് ഗോൺ. അത് കഴിഞ്ഞ് ദർ വാസ് എ വെരി ലോങ് പ്രോസസ്. ആൻഡ് വിഷ്വൽ ആർട്ടിലേക്കുള്ളത് അവിടെ നിന്നല്ല, അതിന് മുന്നേ ഹെഡ് സ്റ്റാർട്ട്. ഞാൻ വരയ്ക്കുമായിരുന്നു. പക്ഷെ എൻ്റെ ഒരു വിഷ്വൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് കോമിക് ബുക്സിൽ നിന്നൊക്കെയാണ്. ഐ സ്റ്റാർട്ടഡ് കളക്ടിങ് അറ്റ് ദ ഏജ് ഓഫ് 10. ഇറ്റ്സ് എ ഹ്യൂജ് കളക്ഷൻ, വിൻറ്റേജ്. അപ്പം അന്ന് കണ്ടുകൊണ്ടിരുന്ന ഈ ചിത്രങ്ങളുള്ള, നമ്മൾ പറയല്ലോ കുഞ്ഞിലെ ഒരു നോവലൊക്കെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ വായിക്കാൻ ഭയങ്കര മടിയാണ്. ആസ് ലോങ് ആസ് ദേർ ആർ പിക്ചേഴ്സ് ഇറ്റ്സ് സോ മച്ച് ബെറ്റർ. സോ അവിടെ നിന്ന് തുടങ്ങിയാണ്, വരച്ചു തുടങ്ങിയതാണ്. ദെൻ ഐ ഫൗണ്ട് ന്യൂ മീഡിയംസ്, അങ്ങനെയൊക്കെ കറങ്ങി ഇവിടെ വന്നതാണ്. പിന്നെ ആക്ടിങ് ഉണ്ട്, തിയേറ്റർ. മൾട്ടി ഫെസറ്റഡ് ആർട്ടിസ്റ്റായിട്ടാണ് ഞാൻ എന്നെ തന്നെ പ്രൊജക്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് വാട്ട് ഐ ആം. എന്താ ലൈക്ക് ഒരു പ്യുവർലി യു ആർ ഇൻ ടു ഇറ്റ് എന്ന് പറയുന്നത്, ലൈക്ക് യു ആർ ഇൻ ടു ഇറ്റ് എവറി ഓഫ് ദീസ് ആസ്പെക്ട്സ് ഓർ ലൈക്ക് റൈറ്റിംഗ് ആണോ താല്പര്യം? ഐ സ്റ്റാർട്ടഡ് എവറിത്തിങ് വാണ്ടിങ് ടു ബി ആൻ ആക്ടർ. എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഐ മീൻ ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് അത് ഐ കം ഫ്രം എൻ്റെ ഫാമിലിയിലെ ഫസ്റ്റ് ജനറേഷൻ ആർട്ടിസ്റ്റ് ഞാനാണ്. എനിക്ക് മുന്നേ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളില്ല അവിടെ. സോ ദർ ഈസ് നോ വൺ ടു ലുക്ക് അപ്പ് ടു ഇൻ ടേംസ് ഓഫ് ദീസ് തിങ്സ്. ആൻഡ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക്, എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോഴത്തേക്ക്
ഒരു ഔട്ട്സൈഡർ എന്ന് തന്നെ പറയാം. ഇവൻച്വലി ഇതിലേക്ക് വന്ന് കുറച്ചുകൂടെ ബ്ലെൻഡിൻ ആയതാണ്. അപ്പോൾ അങ്ങനൊരു സിറ്റുവേഷനിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനം ഇരിക്കാനെങ്കിലും കിട്ടുക എന്നുള്ളൊരു ഇതിൽ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ യൂസ്ഫുൾ ആയിരിക്കണം ഓൺ എ സെറ്റ്. സോ യു ലേൺ എനിത്തിങ് ആൻഡ് എവറിത്തിങ് ദാറ്റ് മേക്സ് യു യൂസ്ഫുൾ. പിന്നെ ആ ഒരു പ്രോസസ് ലൈഫ് ഐ ലവ് വിത്ത് ഇറ്റ് ഓൾസോ. ആൻഡ് ഇപ്പം ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് കോംപ്ലിക്കേറ്റഡ്. എഴുതുന്നുണ്ട്, വരയ്ക്കുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, ഷൂട്ട് ചെയ്യുന്നുണ്ട്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ചെയ്യുന്നതല്ല ഒരു സാധനമാണ് സ്റ്റോറി ടെല്ലിംഗ്, ജസ്റ്റ് യൂസിങ് ഡിഫറെൻറ്റ് ടൂൾസ്. ബേസിക്കലി ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെന്നുണ്ടെങ്കിലും ബിക്കോസ് ആർ സ്റ്റോറി ടെല്ലേഴ്സ് അറ്റ് ദ കോർ ആണല്ലോ. ഇപ്പം ഞാൻ ഫസ്റ്റ് എനിക്കത് മാൻഷാദയുടെ പ്രോജക്റ്റ് ആണ്, നാർപ്പോ ആയിരുന്നു, നീരജിൻ്റെയും ഋഷിയുടെയും. അതൊരു എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായൊരു പ്രോജക്റ്റ്. കാരണം ഋഷി നമ്മൾ ആ സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോജക്റ്റൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നീരജിൻ്റെ ഇതൊക്കെ നമ്മളും കമ്മ്യൂണിക്കേഷനിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ട്രാക്ക് തന്നെ ഭയങ്കര രസമാണ്, ഭയങ്കര ഫെസ്റ്റീവ് മൂഡുള്ള ഒരു ട്രാക്കാണ്. പിന്നെ അതിനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു മോണോക്രോം ഇത് കൊടുത്തു. അത് ആ ഒരു പ്രോജക്റ്റ് ആയിരുന്നു മാൻഷാദയുടെ ഒരു സ്റ്റാർട്ടിങ്. മനുവിൻ്റെ ഒരു 6-7 ഇയേഴ്സ് മുന്നേ 2019-18 ആ സമയത്ത് നമ്മൾ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങിയതാ. ഇപ്പോൾ നീരേട്ടൻ്റെ കൂടെ തന്നെ ഞാൻ മലയാളി എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഫ്ലഡിന്റെ സമയത്ത്. പിന്നെ അതിനു മുന്നേ RZ ആർട്ടിസ്റ്റ് പുള്ളിയെ വെച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയത്. അതെ, പുള്ളിയുടെ സ്വയം പൊക്കി എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോകുന്നത് ലൈക്ക് എൻ്റെ ഒരു എസ്തെറ്റിക്സ് അതാണ്. ആർപ്പോ ചെയ്തപ്പോഴാണെങ്കിലും പാട്ട് ഭയങ്കര ഗ്രാൻഡാണ്. അപ്പം നമുക്ക് ഭയങ്കര ലിമിറ്റേഷൻ ആയിരുന്നു ഇത് പുള്ള് ചെയ്യാൻ. അപ്പോൾ നമ്മൾ എന്താ നീരജ് ചേട്ടൻ്റെ ആ ഒരു എനർജി പിടിച്ച് ചെയ്ത സാധനമാണ്. ഭയങ്കര കൾച്ചറൽ എലമെന്റ്സ് ഒക്കെ അതെ ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മനുഷ്യത മൈക്കിളിൽ ഞാൻ ഈ ഇതിനു മുമ്പ് പോഡ്കാസ്റ്റിന് മുമ്പ് ഞാൻ ഋത്തിക്കിൻ്റെ അടുത്ത്, നമ്മുടെ ക്രിയേറ്റീവ് ഡയറക്ടറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞ് മൈക്കിൾ അടുത്തൊരു 10 വർഷത്തേക്ക് മലയാളം ഹിപ്പ് ഹോപ്പ് സീൻ അറിയാൻ പോകുന്ന മൈക്കിളിൻ്റെ ഫോട്ടോസിലൂടെ ആയിരിക്കും എന്ന്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മൈക്കിൾ എനിക്കറിയാവുന്ന KL42ൻ്റെ മ്യൂസിക് വീഡിയോ ഡയറക്ടർ എന്നുള്ളതേ അറിയത്തുണ്ടായിരുന്നല്ലോ. ദെൻ ഐ റീവിസിറ്റഡ് യുവർ പ്രൊഫൈൽ. അപ്പോഴാണ് സ്റ്റിൽ ഇമേജസിലൂടെ സ്റ്റോറി ടെല്ലിങ് ചെയ്യുന്നു. അത് ഭയങ്കരമായിട്ട് ആൾക്കാരുടെ ഇമോഷൻസിനെ ക്യാപ്ചർ ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം യു കൾച്ചർ ഭയങ്കരമായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഈ ഇമേജസ് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ വിഷ്വൽ ടെല്ലിങ്ങിലേക്ക് ഫസ്റ്റ് മൈക്കിൾ വരുന്നത്? ബേസിക്കലി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഐ യൂസ് ടു ക്ലിക്ക് യൂസിങ് മൈ ഫോൺസ്. പിന്നെ ഒരു ക്യാമറ കിട്ടി. അപ്പോൾ ബേസിക്കലി ഞാൻ കോളേജ് കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പ് എടുത്തിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല ഇൻ ദ സെൻസ് പഠിക്കുന്ന പരിപാടിയൊക്കെ ഞാൻ ബ്രേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിലൊക്കെ സീനായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിലൊക്കെ ക്യാമറ എടുത്ത് നടക്കും. അപ്പോൾ അവിടെയുള്ള ഇമോഷൻസിനെ ക്യാപ്ചർ ചെയ്യാൻ ഞാൻ എൻ്റെ മുന്നിൽ എന്താണോ അത് ബേസിക്കലി കവർ ചെയ്യാൻ ഞാൻ മെല്ലെ ഇതായത്. പിന്നെ എനിക്ക് ഒരു ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ സെൽഫ് ടോട്ട് ഡാൻസറാണ്. അപ്പോൾ So we have 2 dancers on floor. not in the same league but still. dancer. Couch full of dancers. അപ്പോൾ ചെറുപ്പത്തിൽ MTV രാവിലെ എഴുന്നേറ്റ് MTV കാണും ഒരു 12 മണി വരെ. അപ്പോൾ അതിൽ എനിക്ക് ഏത് സമയമാണ്? 2009, 10, 11 ആ ടൈമിലായിരുന്നു. എൻ്റെയൊക്കെ ഞാനൊക്കെ ഇപ്പം പ്രായമായ ആളായി. അപ്പോൾ ഡാൻസ്, പിന്നെ ഫോട്ടോഗ്രാഫി. അപ്പോൾ പിന്നെ ഒരു ട്രാൻസിഷൻ ടൈം ഉണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കൊരു സിസ്റ്റർ ഫിഗർ ഉണ്ടായിരുന്നു, വിവ്സി എന്ന് പറഞ്ഞിട്ട്. ഷീസ് എ റാപ്പർ. സോ ഷീ ഗോട്ട് മീ ഇൻട്രൊഡ്യൂസ് ടു റാപ്പ് മ്യൂസിക്. സോ അത് കഴിഞ്ഞ് ഐ സ്റ്റാർട്ടഡ് ചെക്കിങ്. പിന്നെ ഒരു തുടക്കമായിരുന്നു, ലൈക്ക് മൊത്തത്തിൽ ഇങ്ങനെ റിസർച്ച് ചെയ്യുക. ആൻഡ് അവിടേക്കുള്ള ഒരു വിഷ്വൽ സാധനം എൻ്റെ മൈൻഡിൽ അപ്പോഴേ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോഗ്രാഫി മെല്ലെ ഗ്രാജുവലി ഓരോരോ പ്ലാറ്റ്ഫോമിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ട് വന്നു. ഞാൻ പിന്നെ കോളേജ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ബ്രേക്ക് എടുത്തു. ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. സോ ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ആർക്കിടെക്ചർ പ്രൊജക്റ്റ് തന്നു, ആർക്കിടെക്ചർ ഷൂട്ട്. സോ അപ്പോൾ സ്ലോലി ആ രീതിയിലുള്ള വർക്ക് കിട്ടാൻ തുടങ്ങി. ഐ ബിൽഡ് എ സ്ട്രോങ് പോർട്ട്ഫോളിയോ. അത് കുറച്ച് ഇൻ്റർനാഷണൽ മാഗസീനിൽ പബ്ലിഷ്ഡായി. പിന്നെ
മാഗസിൻ കവർ ഫോട്ടോസിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അപ്പോൾ അത് തരുന്നൊരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്. ഈ ബിൽഡിങ്ങിനെ കവർ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പാടുള്ള പണിയാണ് എൻ്റെ അതുവരെയുള്ള സ്കിൽ വെച്ചിട്ട്. കാരണം ഇപ്പം എനിക്ക് ഒരാളുടെ ഫേസ് എടുക്കണമെങ്കിൽ ഐ ക്യാൻ ഷിഫ്റ്റ് ദാറ്റ് പേഴ്സൺ ഇൻ ടു സം നൈസ് ബാക്ക്ഗ്രൗണ്ട് വാട്ട് എവർ. പക്ഷേ ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി ദർ അറ്റ് ദ റൈറ്റ് ടൈം, സണ്ണിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ എനിക്ക് പിന്നെ അതൊരു എൻ്റെ ഒരു വിഷ്വൽ ലാംഗ്വേജ് ആയിട്ട് മെല്ലെ മാറി. പിന്നെ പോർട്രേറ്റിൽ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. 42 വീഡിയോസിലാണെങ്കിലും അതിൻ്റെ ഒരു റെഫറൻസ് തന്നെയാണ് ബിൽഡിങ്സും കൾച്ചറും പരിപാടിയും വരുന്നുണ്ട്. വിച്ച് വൺ ഡു യു തിങ്ക്, ലൈക്ക് സ്റ്റിൽ ഇമേജ് ആണോ മൂവിങ് ഇമേജ് ആണോ കുറച്ച് അഡാപ്റ്റ് ചെയ്യാൻ? എൻ്റെ സോൾ ഇസ് ലൈക്ക് ഇൻ ഫോട്ടോഗ്രാഫി, ബട്ട് ഐ എം ലേണിംഗ് റൈറ്റ് നൗ, മൂവിങ് ഇൻ ടു മോർ പരിപാടീസ്. എല്ലാവരും ഒരു ലേണിംഗ് സ്റ്റേജ് തന്നെ ആണല്ലോ. നമുക്ക് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൽ തന്നെ നമ്മൾ ഫുൾ അഡാപ്റ്റ് ചെയ്ത് പൊക്കൊണ്ടേ ഇരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എനിക്കിപ്പം വല്ലാത്ത ജാതിയിൽ ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു ലെജൻഡ് അതിൽ ഫോം ചെയ്തിട്ടുണ്ട് സ്റ്റോറി ടെല്ലിങ് വൈസ് തന്നെ. പക്ഷെ അതിനെ ഭയങ്കരമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോറി പറയാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രോസസ്സ് ഇപ്പം പ്രണവ് ചെറുപ്പം തൊട്ടേ ഇപ്പോൾ അലാദിൻ അല്ലെങ്കിൽ കോമിക്സ് വായിച്ചതിൽ നിന്ന് ഇൻസ്പയർ ആയി ചെയ്തതാണോ? അങ്ങനെ ഒരു സ്റ്റോറി ടെല്ലിങ് തന്നെ നമുക്ക് കൊടുക്കാം. യു ഹാവ് ദീസ് 3 ക്യാരക്ടേഴ്സ് ദേ. ബലാത്കാർ ഈസ് മോസ്റ്റ്ലി ലൈക്ക് ഇപ്പോൾ നമ്മൾ സിനിമയിൽ ബുക്സ് അഡാപ്റ്റ് ചെയ്ത് സിനിമയിലേക്ക് കൊണ്ടുവരുമല്ലോ, അതിൻ്റെ ഒരു മ്യൂസിക് വീഡിയോ വേർഷനാണ്. ദാറ്റ്സ് മോർ ലൈക്ക് ഇറ്റ്, ബിക്കോസ് ഒറിജിനൽ ക്യാരക്ടേഴ്സ് അല്ല അത്. വി ഓൾറെഡി നമുക്ക് കേട്ട് സുപരിചിതമായിട്ടുള്ള അല്ലേ, നമ്മളെല്ലാവരും അറേബ്യൻ നൈറ്റ്സ് കേട്ടിട്ടുണ്ട്. ബട്ട് ഈ സ്റ്റോറീസ് വളരെ കൾച്ചറലി ഗ്രൗണ്ടഡാണ്. ആൻഡ് സോ ഇസ് ദാറ്റ് സോങ്. ദാറ്റ് സോങ് ഓൾസോ ഹാസ് എ വെരി കൾച്ചറൽ ഒരു ഇതുണ്ട്. ആൻഡ് അത് I just put them both together. Like I read it recently that originality എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇറ്റ് സെൽഫ്, അതിനെ നമ്മൾ പെർസീവ് ചെയ്യുന്ന രീതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. ഇറ്റ്സ് അബൌട്ട് വാട്ട് ആർ വി പുട്ടിങ് ടുഗെദർ, ഹൗ ആർ വി പുട്ടിങ് ടുഗെദർ. ഇപ്പം ഒരു ചായ ഉണ്ടാക്കാനാണെങ്കിൽ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും സെയിമാണ്. മനു ഉണ്ടാക്കുവാണെങ്കിലും ബേസിൽ ഉണ്ടാക്കുവാണെങ്കിലും ബ്രൂ ഉണ്ടാക്കുവാണെങ്കിലും എല്ലാവർക്കും സെയിം സാധനമാണ്. പക്ഷെ അതിൽ ഇടുന്ന പഞ്ചസാരയുടെ അളവും ചായപ്പൊടിയുടെ അളവും കൂടുകയും കുറയുകയും ചെയ്യും. That's basically yes. So I saw a possibility to have a narrative and to culturally ground in. Like എനിക്ക് എൻ്റെ കൾച്ചർ അത്രയും എക്സൈറ്റിംഗ് ആണ്, ആസ് മച്ച് ആസ് ഇറ്റ് ഈസ് ഫോർ മീ ടു അഡാപ്റ്റ് അതർ കൾച്ചേഴ്സ്. സോ നമ്മൾ സിംഗുലർ ഇപ്പോൾ സിനിമയിൽ സിംഗുലർ ജോണേഴ്സ് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളവരാണ്. ലൈക്ക് വി ഹവ് സീൻ ത്രില്ലർ, വി ഹവ് സീൻ ഹൊറർ, വി ഹവ് സീൻ ഡ്രാമ. പക്ഷേ so much content has already been made, so much art is already existing out there. ഇപ്പോൾ സബ്കോൺഷ്യസ്ലി ഓഡിയൻസിനൊരു സാധനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓൾമോസ്റ്റ് ഗെസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ജോണറിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം ബൈ ദ ടൈം യു ആർ ഗെറ്റിംഗ് ടു ദി എൻഡ്. സോ ഫ്രഷ്നെസ് ഇസ് മോസ്റ്റ്ലി ഗോയിങ് ടു ഹാപ്പൻ വെൻ യു ബ്ലെൻഡ് 2 genres which is not been blended well before. അതിന് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെങ്കിൽ ഇറ്റ് വിൽ ബി അമേസിങ്, അല്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ റിയലി ബാഡ്. So I was just taking a chance. Either it will be really bad, it's up to me, or it would be really good, and again that gets to be celebrated. പിന്നെ മ്യൂസിക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോർട്ട് പീരീഡ്, ലൈക്ക് ഒരു ടൈം സ്പാൻ തന്നെ കുറവാണ്. മാക്സിമം ഒരു 4 minutes തന്നെ നമ്മൾ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. പക്ഷേ ഓരോ മ്യൂസിക് വീഡിയോ ഇപ്പം ഭയങ്കരമായിട്ട് പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിപ്പുണ്ട്. അത് ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണോ നമുക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റുന്നത്? അതോ ഞാനിപ്പോൾ റീസെൻ്റ്ലി വരുന്ന എല്ലാ മ്യൂസിക് വീഡിയോ, ഇപ്പോൾ ഹിപ്പ് ഹോപ്പ് എന്നല്ല, ഇപ്പോൾ മനു ആണെങ്കിൽ മഴ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ഒരു ബ്ലെൻഡ് ഓഫ് പോപ്പ് ആൻഡ് റോക്ക് മിക്സ് ഉള്ള ഒരു ട്രാക്കാണ്. അവിടുന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ലിറ്റിൽ ഹാർട്ട്സിലെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നല്ലോ ഡാപ്സിയുടെ ചെയ്തത്. എല്ലാത്തിലും കനവേ വാസ് എൻ്റയർലി ഡിഫറെൻ്റ് അതർ തിങ്. അപ്പോൾ ഈ ഒരു ചെറിയ ഒരു 4 minutes സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര, നിങ്ങളെ ഉദ്ദേശിച്ച ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉദ്ദേശിച്ച് ഇറ്റ്സ് എ ചലഞ്ച് ഓർ ഇറ്റ്സ് ലൈക്ക് ലെറ്റ്സ് ഗോ ആൻഡ് ഡു ഇറ്റ് എന്നുള്ളൊരു എനിക്ക് തോന്നുന്നത് എല്ലാ വിഷ്വൽ മീഡിയത്തിലും ഏറ്റവും ഫ്രീഡം ഉള്ളത് മ്യൂസിക് വീഡിയോയിലാണ്. ലൈക്ക് ആഡിന് യു ഹാവ് ടു ബി ലിസണിങ് ടു അതർ പീപ്പിൾ. പടത്തിനാണെങ്കിലും വേറെ ആളുടെ ഇതായിരിക്കും. പക്ഷെ മ്യൂസിക് വീഡിയോയിൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്രേഡ് പോവാം, സ്റ്റോറി ടെല്ലിംഗ് പോവാം, എല്ലാത്തിനും ഒരു ബാലൻസ് ആണോ അതോ നമുക്ക് എല്ലാത്തിനും ഒരു ഹൈ കൊടുത്ത് പ്രൊമോ സോങ്ങിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, സോറി. പക്ഷെ എനിക്ക് എല്ലാത്തിനും ഒരു പാരാമീറ്റേഴ്സ് അനുസരിച്ചിരിക്കും തോന്നുന്നു. ഭയങ്കരമായിട്ട് ഇപ്പോൾ ഇതാണ് പാട്ട്, നിനക്ക് എന്താണ് തോന്നുന്നത് ചെയ്തോ എന്ന് പറയുന്ന പോയിന്റിലാണ് അത്രയും ഡൈവേഴ്സിറ്റി ഒക്കെ വരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു ക്ലോസ് പാരാമീറ്റേഴ്സ്, അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എത്രത്തോളം
മാറുന്നതനുസരിച്ചിരിക്കും. ചിലപ്പോൾ പ്രൊമോ വീഡിയോയിൽ ഒബ്വിയസ്ലി അവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും ഇന്നത് ചെയ്യണം. നമ്മൾ ചിലപ്പോൾ ചില ആർട്ടിസ്റ്റുകൾ പോകുമ്പോൾ ആളുടെ ഒരു ബ്രാൻഡിങ് ഉണ്ടാവും, ആള് ലിറിക്സിലൂടെ കൺവേ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. നമുക്കത് സിമിലർ ആയിട്ടൊക്കെ തന്നെ പോകാൻ പറ്റത്തുള്ളൂ. ഭയങ്കര ബ്രേക്ക് ചെയ്ത് അങ്ങനെ വേറെ ഒരു സാധനം ചിലപ്പോൾ അത് വർക്ക് ആവണമെന്നില്ല. ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു പേഴ്സണ വി ഹാവ് ടു ടേക്ക് ഇൻ. അതുപോലെ തന്നെ നമ്മുടെ പാറ്റേൺ ഓഫ് വർക്ക്, പാറ്റേൺ ഓഫ് സ്റ്റോറി ദാറ്റ് വി ആർ ഗോയിങ് ടു കൾമിനേറ്റ്, അത് നമ്മൾ എല്ലാം ബ്ലെൻഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ട്. അതും ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസീഷ്യൻ്റെ ചോയ്സും അതിൽ വരുന്നുണ്ട്. മ്യൂസിക് വീഡിയോയിൽ റിജിഡിറ്റി കുറവാണ്. ഈ പറയുന്ന പോലെ കവിത ഡസ് നോട്ട് ഡിമാൻഡ് ഗ്രാമർ ഫ്രം യു, ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ ലാംഗ്വേജ്. പക്ഷേ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ ഒരു നോവൽ എഴുതുമ്പോഴോ അതിൻ്റെ മീഡിയം മാറും. ആ ഫ്രീഡമാണ് മ്യൂസിക് വീഡിയോയിൽ വരുമ്പോൾ കിട്ടുന്നത്. ആൻഡ് മ്യൂസിക് വീഡിയോയിൽ വരുമ്പോഴത്തേക്ക് വി ആർ ടോക്കിംഗ് അബൌട്ട് നെസസറിലി 4 different types. Performance based music videos ഉണ്ട്, where you focus on the artist. That was what you did with Gabri. പിന്നെ there is narrative, which is like short film but in a music video format. You're telling a story. പിന്നെ മൂന്നാമത് വരുന്നത് എക്സ്പെരിമെൻ്റൽ. അവിടെ എന്തുവാ ഭയങ്കര ഫ്രീഡം വെച്ചാൽ ഭയങ്കര ഫ്രീഡം. നാലാമത്തെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. സോ ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അവർക്കും ഒരു സേ അതിൽ വരുന്നുണ്ട്. വാട്ട് ഡു ദേ റിയലി വോണ്ട് ടു ഗോ വിത്ത്. ജോൺറ അനുസരിച്ച് മാറുന്ന പോലെ തന്നെ ആർട്ടിസ്റ്റ് അനുസരിച്ചും ദ സ്കോപ്പ് ക്യാൻ ആക്ച്വലി ഗോ അപ്പ് ഓർ ലൈക്ക്. പിന്നെ ആർട്ടിസ്റ്റിൻ്റെ ആഗ്രഹത്തിന് ഉപരി വേറെ സാധനമുണ്ട്, ബഡ്ജറ്റ്. ബഡ്ജറ്റ് സമ്മതിക്കത്തില്ല. നമുക്ക് മൂണിൽ പോയി ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ മൂണില് ബാക്ക്ഗ്രൗണ്ടിലോ അടിപൊളിയായിരിക്കും. മൂന്ന് പോയിട്ട് പച്ചത്തുണി വിരിക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടാവില്ല. നമുക്കൊന്നും അങ്ങനെ ചില സമയങ്ങളിൽ പറ്റും, ചില സമയങ്ങളിൽ ലൈക്ക് എന്താണ് ആർട്ടിസ്റ്റിന് ചിലപ്പോൾ പെർഫോമൻസ് മാത്രമായിരിക്കും താല്പര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ അവർക്കും ലൈക്ക് ഓക്കെ നമുക്ക് അങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്യാം, എക്സ്പെരിമെന്റ് ചെയ്യാം. ആർട്ടിസ്റ്റ് കൺവിൻസ്ഡ് ആവുന്ന ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ്റെ ഇത് പ്രശ്നമുള്ളത് കൊണ്ടാണ്. അത് ആർട്ടിസ്റ്റ് തന്നെ ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോൾ സ്റ്റോറി ടെല്ലിങ്ങിലായിരിക്കും വർക്കാവുന്നത്. പക്ഷെ അവർക്കത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പുഷ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഓൾസോ ഡിമാൻഡ് ഓക്കെ വി ക്യാൻ ഗോ വിത്ത് എ പെർഫോമൻസ് വീഡിയോ. ആർട്ടിസ്റ്റുകളും പല ടൈപ്പ് ഉണ്ട്. ചിലർ പക്ക ഒരു വിഷണറി ആയിരിക്കും. അപ്പോൾ അവർ ഈ പാട്ടുണ്ടാക്കുമ്പോൾ തന്നെ ദേ ഓൾറെഡി ഹാവ് വിഷ്വൽസ് കണ്ടിട്ട് പറയുന്ന ആൾക്കാരുണ്ട്. എല്ലാ സോങ്ങിൻ്റെ പിന്നിലൊരു വിഷ്വൽ മെൻ്റൽ ഇമേജറി എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ട്. അത് അവർ മ്യൂസിക് വീഡിയോ ആയിട്ട് ലൈക്ക് അതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീഡിയോ ഇങ്ങനെ തന്നെ വേണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് അവർക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് ഇസ് എ ഡിഫറെൻറ്റ് തിങ്. പലപ്പോഴും അത് റിയലിസ്റ്റിക് ആവണമെന്നില്ല, ക്യാൻ ബി വെരി അംബീഷ്യസ്. ചിലപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഇമേജിനേക്കാൾ ബെറ്റർ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഭയങ്കര ഓർഗാനിക്കാണ്. നമ്മളിങ്ങനെ ഇതുപോലെ ഇരുന്ന് സംസാരിക്കുന്നതിൽ വരുന്ന ഔട്ടാണ്. അതെ അതെ, അത് ഒരു മോർ ദാൻ ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ ഒരു മ്യൂസിക് വീഡിയോ ഡയറക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ പാർട്ട് വെർ ദി ആർട്ടിസ്റ്റ് ഈസ് ആക്ച്വലി ജോയിനിങ് ഇൻ, ദ പ്രൊഡക്ഷൻ ഈസ് ജോയിനിങ് ഇൻ, ദെൻ ദ സിനിമാറ്റോഗ്രാഫർ, എവ്രി വൺ എല്ലാ ആസ്പെക്റ്റിലും അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിലിം പറയുമ്പോൾ എല്ലാവരും പറയും ഇറ്റ്സ് എ മൾട്ടി പീപ്പിൾ പ്രോസസ്. സെയിം ഗോസ് വിത്ത് മ്യൂസിക് വീഡിയോ ഓൾസോ. ഇപ്പം നമ്മൾ തന്നെ മ്യൂസിക് വീഡിയോയുടെ പ്രൊഡക്ഷനിലൊക്കെ നമുക്കറിയാം, ഒരു 3 ദിവസം എല്ലാവരും മറ്റേ ഉറക്കമൊക്കെ കളഞ്ഞ് നമ്മൾ എന്ത് വർക്കാണെങ്കിലും വെള്ളം എടുത്ത് വെക്കുന്നത് തൊട്ട് ഡയറക്ടറിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാന്ന് വരെ ഉള്ളത് ഭയങ്കര ഒരു നമ്മൾ ടാർഗറ്റിലോട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ടാർഗറ്റ് ഈസ് ടു പുട്ട് ഔട്ട് ദ വെരി ബെസ്റ്റ്. അതിൽ നമ്മൾ എന്ത് കൊടുക്കുന്നോ എന്നുള്ളതാണ്. ഒരു 3 days അല്ലെങ്കിൽ 4 days ഉള്ളൊരു ഷൂട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുട്ട് യുവർ മാക്സിമം ഇൻ ഇറ്റ്. അത് ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ക്രൂ അത്ര ആക്റ്റീവായിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നു, അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നുണ്ടോ, അത് നിങ്ങളെ ഭയങ്കരമായിട്ട് കൺസേൺ ചെയ്യുന്നുണ്ടോ, ലൈക്ക് വെദർ യു ഗൈസ് ലുക്കിംഗ് അറ്റ് ദി ഫൈനൽ ഔട്ട്പുട്ട്, അത് ഇത്രയും പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് എനിക്ക് നല്ല രീതിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങൾ ഈ ഓൺ ഗ്രൗണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിൽ കൂടെ പോകാറുണ്ടോ? തീർച്ചയായിട്ടും കൺസേൺഡ് ആവും, പക്ഷേ ചിലപ്പോൾ കൺസേൺ കാണിക്കാൻ പറ്റണമെന്നില്ല. കൺസേൺ കാണിച്ചാൽ നമുക്ക് അവിടെ ലൈക്ക് അതിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഔട്ട് ലൈക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ 2 ദിവസം 3 ദിവസം എന്ന് പറയുന്നത് 5 ദിവസം ഷൂട്ട് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ 3 ദിവസം ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ തന്നെ നമ്മളെല്ലാവരും പ്രഷർ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ലൈക്ക് ഇതിന് ടൈം നമുക്കറിയാം ആൾ കഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീം എല്ലാവരും കഷ്ടപ്പെടുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്ക് അവിടെ ചില സമയങ്ങളിൽ ആ ഔട്ട്പുട്ടിൽ അതിനെ ബെറ്റർ ടേക്ക് എടുക്കാനോ അല്ലെങ്കിൽ അതിൽ തന്നെ ആയിരിക്കും ഞാൻ കൂടുതലും എഫേർട്ട് എടുക്കുന്നുണ്ടാവുക.
പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് പോയി പറയും. ഉപകാരമുണ്ട് എല്ലാവർക്കും. എനിക്ക് തോന്നുന്ന ഒരു ഇത് തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ഒരു ഗ്രൗണ്ടിൽ നമ്മൾ നിൽക്കുമ്പം നമ്മൾ സ്റ്റോറി ടെല് ചെയ്യുന്നുണ്ട്, പക്ഷേ നമ്മുടെ പുറകെ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ഓക്കെ അത് വേണ്ട, നമുക്ക് സ്റ്റോറി ടെല്ലിങ് ദാറ്റ്സ് ദ മെയിൻ തിങ്, ലെറ്റ്സ് പുട്ട് ദി വീഡിയോ ഔട്ട്, ആ ഒരു സാധനമാണോ? ഈ പ്രഷർ എടുക്കാൻ ഗ്രൂപ്പിൽ എപ്പോഴും ഒരു സെറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആണ്. വേറെ വെച്ചാൽ ഞാനും മനു ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഞാൻ മ്യൂസിക് വീഡിയോസിലേക്ക് വരുന്നത് മനുവിൻ്റെ ത്രൂ ആണ്. മനുവിനെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത്. മനു ബല്ലത്ത് ജാതിയിലും ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അവർ ടീം ഇസ് ബേസിക്കലി ദ സെയിം. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സിനിമയാണെങ്കിലും മ്യൂസിക് വീഡിയോ ആണെങ്കിലും ക്രിയേറ്റിവിറ്റിയുടെ ലോജിസ്റ്റിക്സിൻ്റെ ഒരു മാരേജാണിത്. അപ്പോൾ ഇതിൽ ഗുഡ് കോപ്പ് ബാഡ് കോപ്പ് എന്ന് പറയുമല്ലോ, അങ്ങനെ ഒരു ബാലൻസിങ് ആക്ട് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് താങ്ങാൻ കുറച്ച് പേര് ബാക്കിലുള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ചെങ്കിലും ക്രിയേറ്റിവിറ്റി ഇവിടെ പയറ്റാൻ കിട്ടുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും ക്രൈസിസ് മാനേജ്മെൻറ്റ് മോഡിലോട്ട് പോകും. പിന്നെ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്ന് നമ്മൾ കാര്യം ഈ ഇപ്പം സിനിമയാണെന്നുണ്ടെങ്കിൽ അതൊരു ചിലപ്പോൾ ഒരു 60 to 70 days ഷെഡ്യൂൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ഒരു ഫസ്റ്റ് 2 to 3 days കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സിംഗിൾ പ്രൊഡക്ഷൻ്റെ ഇതിൽ ചിലപ്പം കയറിയേക്കാം. ആൻഡ് ദാറ്റ് ക്യാൻ മേക്ക് എ ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട്. പക്ഷേ മ്യൂസിക് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ നാരങ്ങാപ്പാലിൻ്റെ ഷൂട്ട് അത് 1 day ആണ് നമുക്ക് ആ ഒരു ടൈം ഉള്ളത്. അപ്പോൾ അതിനുള്ളിൽ ഒരു അടിപൊളി ഒരു ഔട്ട്പുട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സമയം ഉണ്ടോ, അതോ അത് ഭയങ്കര ടൈം കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് മ്യൂസിക് വീഡിയോയ്ക്കൊരു ബാരിയർ ആണോ, അതോ നമുക്ക് ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതിൽ അതൊരു ബൂണാണോ, എന്താ അത്? ബാരിയറാണ്. പിന്നെ നമ്മൾ ഇത് യൂസ്ഡ് ആണ്, അപ്പം നമുക്കത് പുള്ളി ചെയ്യാനറിയാം. പ്രാക്ടീസ്. അതെ അതെ. ഇപ്പൊ ഈ 70 days ഷൂട്ട് എന്ന് പറഞ്ഞാൽ പടത്തിന്റെ ശരി ആ ഫ്ലോയിൽ കയറാൻ പറ്റും. അതുപോലെ തന്നെ മ്യൂസിക് വീഡിയോ ഇപ്പോൾ 70 days ഇപ്പൊ ഒരു 4-5 എണ്ണം വരുമ്പോ നമ്മൾ ആ ഫ്ലോയിലാണ്. ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്നേ ഉള്ളൂ. ഈ പടത്തിന് ഗ്യാപ്പ് ഇല്ലല്ലോ, ഇടയ്ക്ക് നമുക്ക് ചിന്തിക്കാനുള്ള ഗ്യാപ്പ് കിട്ടും. ഈ സീനിൽ ഈ 1 day മ്യൂസിക് വീഡിയോ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്നത് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് മാസ്റ്റർ ചെയ്തിട്ടാണ് ബാക്കിയുള്ള ആക്സസ് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത്. എനിക്കൊന്ന് എല്ലാവരും 1 day ഫിലിം മേക്കിങ്ങിന്റെ ആൾക്കാരാണ്. ഇപ്പൊ നമ്മളിപ്പോ ആലോചിക്കുന്ന ഒരു ബഡ്ജറ്റ് ഒന്നും ഇല്ലാതെ, ഒരു ബഡ്ജറ്റും ഇല്ലാതെ ക്യാമറ ഇതും വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ. നമ്മൾ ഓരോ ഫേസിലെത്തുമ്പോൾ എഡിറ്റിങ്ങിൽ എത്തുമ്പോഴാണ് കളറിങ്ങിന് പൈസ കൊടുക്കണല്ലേ, അതാരും ചെയ്തു തരില്ല. ഇത് ഇന്ന പ്രൊഡക്ഷൻ നമ്മൾ ആർട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ സാധനം വാങ്ങിക്കണമെങ്കിൽ ഇത്രയും പൈസ ആവുമല്ലോ. ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പം അത് ചെയ്ത് അങ്ങനെ വരുന്ന പോലെ തന്നെയാണ് ലൈക്ക് അതിന്റെ ടൈം കൺസ്യൂമിങ്. നമ്മൾ എത്ര ഷോട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുന്നത്. ഷൂട്ടിന്റെ ദിവസത്തെ ആദ്യത്തെ 1 മണിക്കൂറുള്ളൂ ഇതിലേക്ക് ഇന്നാവാൻ കിട്ടുന്ന ടൈം. രാവിലെ ആവുന്ന ഫസ്റ്റ് സൺലൈറ്റ് പോകുന്നതിന് മുമ്പ് ചായ പിടിച്ച് നിൽക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ വരണം. ഒന്ന് എനിക്കൊന്ന് എല്ലാവർക്കും പെർട്ടിക്കുലറായിട്ട് ഒരു ടീമുണ്ടല്ലോ. ഇപ്പോൾ പ്രണവിനാണെങ്കിൽ ഒരു ടീമുണ്ട്, മനുവിന്, ബേസിലിന്, മൈക്കിളിന്. അപ്പോൾ ആ ടീമുമായിട്ടുള്ള നിങ്ങളുടെ സിംഗർ, ഐ എം ടോക്കിംഗ് അബൌട്ട് നോട്ട് ആർട്ടിസ്റ്റ്, ദാറ്റ് യുവർ ടീം, യുവർ ടെക്നിക്കൽ ആൻഡ് യുവർ ക്രിയേറ്റീവ് ടീം, അവരുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ആസ് എ സ്റ്റോറി ടെല്ലർ നിങ്ങളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? എനിക്ക് ലൈക്ക് ഇപ്പോൾ ഡയറക്ഷൻ ടീമിലാണെങ്കിൽ ഇപ്പോൾ ജാഫറുണ്ട്, നിർമ്മലുണ്ട്, പിന്നെയും കുറേ പേരുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബേസ് ഐഡിയ ഉണ്ടാവും. അതിന് ശേഷമാണ് ഞാൻ ഐഡിയേഷനിൽ ഇവരുടെ അടുത്ത് എല്ലായിടത്തും സംസാരിക്കുക. ചില സമയങ്ങളിൽ ഇപ്പോൾ ചില പാട്ടുകൾ ലൈക്ക് ചില പർട്ടിക്കുലർ പാട്ടുകൾ മ്യൂസിക് വീഡിയോസ് ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ഐഡിയ ചിലപ്പോൾ എനിക്ക് തന്നെ സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഞാൻ അങ്ങനെയാണെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അല്ലെങ്കിൽ സ്റ്റോറി എങ്കിലും ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ലൈക്ക് ഇവരുടെ അടുത്ത് എല്ലായിടത്തും സംസാരിക്കുക. വിക്കി ആണെങ്കിൽ എല്ലാവരുടെ അടുത്തും പോയിട്ട് സംസാരിക്കുന്നത് ആ ഫുൾ ഐഡിയ ആയിരിക്കും. ചില സമയത്ത് ഒരു വൺ ലൈൻ അല്ലെങ്കിൽ ത്രെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണെന്നുള്ളത് അപ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും. അത് ടെക്നിക്കൽ ടീമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഋത്തിക്കിൻ്റെ അടുത്ത് സംസാരിക്കും എന്താണ് ഇങ്ങനെ, അല്ലെങ്കിൽ VFX ഉള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കും ഇതിൻ്റെ പോസിബിലിറ്റി എന്താണ്, നമുക്ക് ഇത്രേ ബഡ്ജറ്റ് ഉള്ളൂ, ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണം, ഇത് പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്കിങ്ങനെ രണ്ട് ജോണർ മിക്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അത് വർക്കാണോ, അങ്ങനത്തെ സജഷൻസ് എടുത്ത് എല്ലാവരുടെ സൈഡിൽ നിന്ന് ഒരു ഇൻപുട്ട് എടുത്ത് നമ്മൾ അതിൽ നമുക്ക് തോന്നുമല്ലോ ഓക്കെ ഫേവറബിൾ ആണ്, ഓക്കെ ഇത് കുറച്ചും കൂടി രസമുണ്ട്, ഞാൻ ആലോചിച്ചതെന്ന് വേറൊരു പരിപാടിയാണ്, പക്ഷേ ഇൻകോപ്പറേറ്റ് ചെയ്താൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ട് ലാസ്റ്റ് ആയിരിക്കും ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോകുള്ളൂ. മ്യൂസിക് വീഡിയോ പെർട്ടിക്കുലർലി നോക്കി മൈക്കിളിനാണെങ്കിലും ഒരു ടീമുണ്ടല്ലോ, മർവാൻ, സിമ്മോ, ഈ 2 ആൾക്കാരാണ് എൻ്റെ ഒരു കോർ ടീമായിട്ട് വരുന്നത്. സിമ്മോ മ്യൂസിക് പ്രൊഡ്യൂസറാണ്, ആർട്ടിസ്റ്റുമാണ്. മർവാൻ ആക്ച്വലി ഒരു DOP ഡയറക്ടറാണ്. അപ്പോൾ നമ്മൾ 3 പേരും 3 ആൾക്കാരുടെയും ഡയറക്ടർ ചെയ്തതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി
ചെയ്തതൊക്കെ നമ്മുടെ കോറായിട്ടുള്ള ആൾക്കാരുടെ തന്നെയാണ്. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഡയറക്ടർക്ക് എന്താ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും, അല്ലെങ്കിൽ ഒരാൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ബാക്കി രണ്ടുപേരും കമൻസുകൾ ഓൺ ഗ്രൗണ്ടിലാണെങ്കിൽ എന്താണെങ്കിലും ക്രിയേറ്റീവ് ഡിഫറൻസസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് തന്നെ ഉണ്ടാവത്തില്ലേ? ആക്ച്വലി ഫ്രെയിം വെക്കുന്നതാണെന്ന് തൊട്ട് ഫ്രെയിം ആക്ച്വലി എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തൊരു പ്ലാൻ വരുമ്പോൾ തന്നെ ആ റൂട്ടിൽ തന്നെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഏകദേശം എന്താ എല്ലാവർക്കും വേണ്ടതെന്ന് ഏകദേശം നമുക്ക് അറിയും. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ കുറവാണ് ഇതുവരെ കുറവാണ്. നിങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്തുള്ള കുറച്ച് കുറെ ആൾക്കാരുണ്ട്. ഭരത് സാഗർ, ഫിറാസ്, ഷെറൂഖ്, ഇവരൊക്കെ അത്യാവശ്യം അതെ ഇന്ത്യൻ ഒരുപാട് പേര് പറയാനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ബേസിക്കലി സിംഗിൾ ആൾക്കാരാണ് നമ്മളിപ്പം ഇത്രയും വർഷമായിട്ട് ടീമിന്റെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്ട് നമുക്ക് ഇങ്ങനെ ഭയങ്കര പ്രശ്നം. എല്ലാവരും ഒരേ ടേസ്റ്റിൽ മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം മ്യൂസിക് വീഡിയോയുടെ കാര്യത്തിൽ ഭയങ്കര രസമാണ് നമ്മുടെ പ്രോസസ്സ്. ഒരു പ്രോജക്റ്റ് ചൂസ് ചെയ്യുമ്പം എന്താ നിങ്ങൾക്ക് ആക്ച്വലി വരുന്നത്? ഇപ്പം വല്ലാത്ത ജാതി ചൂസ് ചെയ്യുന്ന നേരത്ത് അത് പ്രണവായിട്ട് തന്നെ അപ്രോച്ച് ചെയ്യുന്നതാണോ, അതോ ലൈക്ക് ഐ വാണ്ട് ടു ഡു സംതിങ് ഇൻ ദിസ് എന്നുള്ള ഒരു പ്രോസസ്സിൽ അവിടുന്ന് ടീം ഫോം ചെയ്ത് ലൈക്ക് അങ്ങനെ പോകുന്നതാണ്? ഇപ്പോൾ ഒരു ട്രാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ഐഡിയ എല്ലാവരും ആണെങ്കിലും കൺസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഏത് ട്രാക്ക് കേട്ടാലും ഇപ്പം കേരളത്തിലിപ്പം ആഴ്ചയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ഈസ് ഗ്രോയിങ്, ദാറ്റ്സ് വൺ തിങ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പേസിൽ നിന്നിട്ട് നിങ്ങളൊരു ട്രാക്ക് കേൾക്കുമ്പോൾ ഒരു വിഷ്വൽ സാധനം സ്ട്രൈക്ക് ചെയ്യുന്നു, അവിടുന്ന് ഐ വാണ്ട് ടു ഡു ദിസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പൊസിഷനിലോട്ട് എത്തുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ പാട്ടുമായിട്ട് എനിക്കൊരു കണക്ഷൻ തോന്നണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇനീഷ്യലി നമ്മൾ ഈ സീനിലേക്ക് തുടങ്ങി വരുമ്പോൾ ആ പ്രിവിലേജ് നമുക്കുണ്ടാവാറില്ല. ബിക്കോസ് യു ആർ ലുക്കിംഗ് ഫോർ വർക്ക്, യു ഹാവ് ടു പ്രൂവ് ദാറ്റ് യു ക്യാൻ ഡു സംതിങ് എന്നുള്ളൊരു രീതിയിൽ വരുമ്പോൾ ഈ പാട്ട് ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ വർക്ക് ചെയ്ത് തുടങ്ങും. പക്ഷെ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഇത്രയും കൂടെ സ്പേസ് നമുക്ക് ആയി കഴിയുമ്പോഴത്തേക്ക് പാട്ടുമായിട്ട് കണക്ട് ആവുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മെയിൻലി ചിന്തിക്കുന്നത് ഈ പാട്ട് മറ്റാരേക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആസ് എ ഡയറക്ടർ ഞാനായിരിക്കും കേൾക്കാൻ പോകുന്നത്. ഇത് ആദ്യം ഈ ഐഡിയ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു 10,000 വട്ടം കേൾക്കും. പിന്നെ നമ്മളിത് ഷൂട്ടിൻ്റെ പ്ലാനിങ് ചാർട്ടിങ് അവിടെ ഒരു 1000 വട്ടം കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന്, ഇത് കഴിഞ്ഞ് പോസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഈ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഉറക്കത്തിൽ കേൾക്കാം. ചിലപ്പോൾ പാട്ട് ഇവിടെ പ്ലേ പോലും ചെയ്യുന്നില്ലായിരിക്കും, അത്ര ഇൻവോൾവ് ആണ്. സോ ഇത് റിലീസ് ആകുമ്പോൾ ആൾക്കാർക്ക് അന്നത്തെ ദിവസം ഇത് ഫ്രഷാണ്. ബട്ട് നമ്മൾ ആ സാച്ചുറേഷൻ പോയിന്റ് മറികടന്നിട്ട് അപ്പുറത്തെത്തി കാണും. സോ ഈ സോങ് അത്രയും കാലം ക്യാൻ ഐ കീപ് ലവിങ് ദിസ് സോങ്, ക്യാൻ ഇറ്റ് സ്റ്റേ ഇൻ മൈ ഹെഡ് എന്നുള്ളത്. ആൻഡ് ബല്ലാത്ത ജാതി ഈസ് എ ഫാബുലസ് ട്രാക്ക്. ഇന്നും അത്രയും അതുമായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടും എനിക്ക് ആ സോങ് ഇപ്പോഴും ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് എ വെരി റെയർ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ്. എപ്പോഴും നമുക്ക് അങ്ങനെ കിട്ടണമെന്നില്ല. ആൻഡ് മൈ പ്രോസസ് ഇസ് ദാറ്റ് ഒരു പാട്ട് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഒരു ഇമേജ് വരും. ഇറ്റ് ഹാസ് ടു കം. ഇഫ് ഇറ്റ് ഡസ് നോട്ട് കം, ഐ എം നോട്ട് ദ റൈറ്റ് പേഴ്സൺ ടു ഡയറക്റ്റ് ഇറ്റ്. ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ ദെൻ ദാറ്റ് ഈസ് ഇൻസ്പയറിങ്. പിന്നെ ആ ഇമേജിൻ്റെ മുന്നും പിന്നും അതിനെ ചുറ്റിപ്പറ്റി ഞാനൊരു പ്രീ പ്രൊഡക്ഷൻ അഡിക്റ്റാണ്. ഞാൻ അതിൻ്റെ റിസർച്ചും എൻ്റെ ഒരു റൂമിലിരുന്ന് ഐ ക്രിയേറ്റ് ഇറ്റ് ആസ് ബിഗ് ആസ് പോസിബിൾ. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ടീമിലേക്ക് എത്തുന്നതിന് മുന്നേ എൻ്റെ കയ്യിലൊരു സ്റ്റോറി ബോർഡും ഷോർട്ട് ഡിവിഷൻ അടക്കം ഫുൾ ഒരു മൂഡ് ബോർഡ് അടക്കം എല്ലാ മെറ്റീരിയലുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. സോ ദ പ്രോജക്റ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് in my head and in a PDF file at least for my entire team to see. ടീമിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു റിസർച്ച് പ്രോസസ്സ് ഇപ്പം എല്ലാവർക്കും അങ്ങനെ ഉണ്ടോ, അതോ? ഞാനും കൂടുതലും പോകുന്നതിന് മുന്നേ മ്യൂസിക് വീഡിയോസിന് കൂടുതലും ഞാനും ഒരു സ്റ്റോറി സെറ്റ് ചെയ്യാറുണ്ട്. കുറച്ച് റെഫറൻസസ് എങ്കിലും മൂഡ് ബോർഡിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടാണ്. കാരണം അവർക്കും നമ്മൾ കാണുന്നൊരു വിഷ്വല് നമ്മളിപ്പോൾ കറക്റ്റ് ഇങ്ങനെ വാം ലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞാലും ലൈക്ക് അല്ലെങ്കിൽ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കണക്ട് ആവണമെന്നില്ല. അപ്പോൾ വിഷ്വൽ റെഫറൻസസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്. ലൈക്ക് അവർക്കും സെയിം പേജിലേക്ക് എത്താൻ പറ്റും. സിനിമാറ്റോഗ്രാഫേഴ്സിനൊക്കെ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇങ്ങനെ വരുന്നു, അവിടെ ഇങ്ങനെ ഷോട്ട് വെക്കുന്നു, അപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതിനെക്കാട്ടി നമ്മളിങ്ങനെ ഇങ്ങനെയാണ് പോകുന്നത്, ഈ സീൻ ഇങ്ങനെയായിരിക്കും, ഇങ്ങനത്തെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഒക്കെ ആയിരിക്കും. ഒക്കെ അതാണ് അവർക്ക് കുറച്ചും കൂടി ഹൈ കിട്ടുകയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഡെയിലി ബേസിസിൽ ഇതിങ്ങനെ ഇപ്പം തലേദിവസം രാത്രിയിൽ ലെറ്റ്സ് ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചു, കിടന്നുറങ്ങി രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഇത് പോരല്ലോ. അപ്പോൾ ആ ഒരു റീവിസിറ്റ് നടക്കാറുണ്ടോ? ലൈക്ക് അടുത്ത ദിവസമായി കഴിയുമ്പോൾ ഇത് പോരാ, നമുക്ക് വേറെ എന്തായിരിക്കും ചെയ്യാൻ പറ്റുക? അത്രയും കുറേ പ്രോസസ്സിലൂടെ ഇപ്പോൾ കടന്നു പോകും സിംഗിളുകളിൽ. നിങ്ങളെല്ലാവരും ആസ് ആൻ ഇൻഡിവിജ്വൽസ്
ടീമിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഒരു 10 ദിവസം ഇപ്പോൾ എടുക്കുന്ന പ്രോസസ്സായിരിക്കും. ജസ്റ്റ് പറയുന്നു, ഒരു 10 ദിവസം എടുക്കാം. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങളൊരു റിട്ടേൺ പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും ഫസ്റ്റ്. അത് രാവിലെ എണീക്കുമ്പം ഈ ഇൻഫർമേഷൻ വർക്കല്ല, ഐ നീഡ് ടു ആഡ് സംതിങ് മോർ ടു ഇറ്റ്, ഓർ ഐ നീഡ് ടു ലൈക്ക് കട്ട് ഔട്ട് ഇറ്റ് എൻറ്റയർലി, എന്നിട്ട് സ്റ്റാർട്ട് വിത്ത് സംതിങ് ന്യൂ. അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകൾ പേഴ്സണലി തന്നെ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? അതിനെ ട്രാക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ട്രാക്ക് കേൾക്കും, ഇപ്പം അടുത്ത ദിവസം വരുമ്പോൾ ഈ ട്രാക്ക് ഒന്നുകൂടെ കേൾക്കുമ്പോൾ ഓക്കെ ദാറ്റ്സ് അനദർ ഇമേജ് ഹൈഡ് ഇൻ ഇറ്റ്, അപ്പോൾ അതെടുക്കാം. അപ്പോൾ അതെങ്ങനെയായിരിക്കും ആ ഒരു പ്രോസസ്സും ഈ ഒരു ട്രാക്കും മ്യൂസിക് ട്രാക്കും കൂടെ ജോയിൻ ചെയ്ത് നിങ്ങളെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കുന്നത്? കോൺഫ്ലിക്റ്റുകളെല്ലാം 2 ദിവസം ഷൂട്ടിന് മുന്നേ എങ്കിലും റിസോൾവ് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ പണി പാടും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തലേന്നും അതിന് മുന്നത്തെ ദിവസമൊന്നും 2 ദിവസം മുന്നേ എന്താണ് ചാർട്ടിലുള്ളത് അതിനകത്ത് ആഡ് ഓൺ ചെയ്യാനും അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നത്. 2 ദിവസം മുന്നേ ഉള്ള ഡിസിപ്ലിൻ ആണിത്. അതിന് മുന്നേ വരെ അങ്ങനെ ആയിരിക്കത്തില്ല. അതിന് മുന്നേ വരെ ഫുൾ എല്ലാ പ്രോസസ്സിലും എല്ലാവരും ഡിസ്കഷൻ ഫുൾ ക്യാസ് ആയിരിക്കും. അവിടെ സ്റ്റോപ്പ് ചെയ്യും. കോർ ഐഡിയ ഇംപ്രൂവൈസ് ചെയ്യാൻ നിൽക്കാറില്ല പൊതുവെ. അതവിടെ തന്നെ കാണും. ഈ കോർ ഐഡിയ ആ ഒരു ഫൗണ്ടേഷനായിട്ട് വെച്ചിട്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ലൊക്കേഷൻ ചെന്ന് കഴിയുമ്പോൾ ലൊക്കേഷനിലെ കുറച്ച് ബുദ്ധിമുട്ടുകളും പ്രാക്ടിക്കലി ഇത് വെച്ചിട്ട് നമ്മൾ ഇംപ്രൂവൈസ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന ബ്ലൂ പ്രിന്റ് ഓർ മാനുവൽ ഈസ് വെരി എസെൻഷ്യൽ. പക്ഷെ അതും ഈ പറയുന്ന പോലെ ടൈപ്പ് ഓഫ് മ്യൂസിക് വീഡിയോ പോലെ ഇരിക്കും. റൺ ആൻഡ് ഗൺ പരിപാടിയാണെങ്കിൽ അതൊന്നും ആവശ്യമില്ല. 42 ഇപ്പോൾ ഒരു 10 ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിലൊരു 5 ലൊക്കേഷൻ ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. സോ അവിടെ ചെല്ലുമ്പോഴാണ് ഫ്രെയിം അത് ഞാൻ മാറ്റിക്കൊണ്ട് ഭയങ്കര ഫണ്ണാണിത് ചെയ്യാൻ. ഇത് കിട്ടുവാണെങ്കിൽ ഭയങ്കര ഫണ്ണാണ്. ചെല്ലുമ്പോൾ തന്നെ കറക്റ്റ് നമുക്ക് ടോട്ടൽ എസ്തെറ്റിക്സ് നമ്മുടെ മൈൻഡിലുണ്ടാവും, ദിസ് ഈസ് ഹൗ ഇറ്റ് ഷുഡ് ബി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിലുള്ള 2-3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലൈക്ക് ഐൽ ഗോ വാട്ട് എവർ ഐ വാണ്ട്, ആ ഒരു മൂഡിൽ പോകും. 42 പിന്നെ ഭയങ്കര പ്ലേസുകൾ ഷിഫ്റ്റ് ചെയ്യും, ലൊക്കേഷൻ ഷിഫ്റ്റ്, അതിൻ്റെ കട്ട്സ്, പിന്നെ ഇൻറ്റീരിയർ വരുന്നു. പിന്നെ അതൊരു നിയോജക മണ്ഡലമാണ്. സോ ആ ഒരു അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യണം. പക്ഷെ നമ്മുടെ ഒരു ടോട്ടൽ വിഷ്വൽ എസ്തെറ്റിക്സിനെ മാച്ച് ചെയ്യണം. അപ്പോൾ എൻ്റെ റെക്ക് എന്ന് പറയുന്നത് ആ ഒരു പരിപാടിയിലായിരുന്നു. ഫുള്ള് പറവൂര് തന്നെ, ഫുൾ പറവൂരായിരുന്നു. 42 അത് വൈപ്പിനും വന്നിട്ടുണ്ട്, പക്ഷെ അതും 42 ആണ്. സോ അതും കവർ ചെയ്തിട്ടുണ്ട്. ഈ ജിയോഗ്രഫി കേരളത്തിൻ്റെ എങ്ങനെ സഹായിക്കുന്നുണ്ട് നിങ്ങളെ? മഴ, വെയിൽ, മല. ഞാൻ പോയ എല്ലാ ഷൂട്ടിലും മഴ പെയ്യുന്നുണ്ട്. ഏറ്റവും സമ്മർ സീസണിൽ പോലും കേരളത്തിൻ്റെ ഒരു എസ്തെറ്റിക്സ് ഉണ്ടല്ലോ. ഹിപ്പ് ഹോപ്പ്, ഞാൻ പെർട്ടിക്കുലർലി ടോക്കിംഗ് അബൌട്ട് ഹിപ്പ് ഹോപ്പ് ആണ്. അപ്പം ഹിപ്പ് ഹോപ്പിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ ഈ കൾച്ചറൽ എലമെൻസിനെ അല്ലാതെ ഞാൻ പറഞ്ഞ നാച്ചുറൽ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ലാൻഡ്സ്കേപ്പുകൾ, നമ്മുടെ ബിൽഡിങ്സുകൾ, അത് എത്രമാത്രം നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് എത്രമാത്രം നമ്മളെ സഹായിക്കുന്നുണ്ട്? ബേസിക്കലി നമ്മുടെ ടോട്ടൽ മ്യൂസിക് വീഡിയോൻ്റെ എസ്തെറ്റിക്സ് പോലെ ഇരിക്കും. ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് വീഡിയോ യു വാണ്ട് ടു ഡു. നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിനെ ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് അല്ല. ഇറ്റ്സ് ലൈക്ക് യു ഹാവ് ടു ലൈക്ക് റിയലി ഗോ ലൈക്ക് ആ ഒരു പോയിന്റിൽ, ആ ഒരു പ്രോപ്പർ പോയിന്റിൽ എത്തിച്ചാലേ നമുക്ക് ആ ഒരു പരിപാടി കിട്ടും. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് പ്രിറ്റൻഷ്യസ്. എന്ത് ടൈപ്പ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് വരുന്നത് അനുസരിച്ചിട്ടായിരിക്കും നമുക്കത് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതും ശരിയാണ്. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. ഇപ്പം ഞാൻ ചെയ്തതിൽ ചില ഊമ്പലിങ്ങഞ്ഞിക്ക് സപ്പോർട്ട് ചെയ്യാവുന്ന കുറേ സാധനങ്ങൾ കൊടുക്കാൻ പറ്റും നമുക്ക്. സ്റ്റോറി ടെല്ലിങ്ങിൽ കൾച്ചറലാണെങ്കിലും അല്ലെങ്കിൽ ജോഗ്രഫിക്കലാണെങ്കിലും നേച്ചർ വൈസ് ആണെന്നുണ്ടെങ്കിലും കുറേ സാധനങ്ങൾ അതിൽ പ്ലേസ് ചെയ്താൽ നല്ല രസമായിരിക്കും. ഞാൻ അതിന് മുന്നേ പണ്ടൊക്കെ ചെയ്തിട്ടുള്ള കോമാളി മ്യൂസിക് വീഡിയോ, അതിലൊക്കെ കുറച്ചും കൂടി ഭയങ്കര റഷും ലൈക്ക് ഇപ്പോഴത്തെ ഒരു അർബൻ പീരീഡ്, അപ്പോൾ കുറച്ച് റോ ഡേർട്ടി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ നമുക്കൊരു നല്ല ഫ്രെയിമുകൾ കാണിക്കണമെന്ന് താല്പര്യമേ ഇല്ല. ഒരു ജിയോഗ്രഫിക്കൽ പ്രശ്നമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിൻ്റെ അതും ഭയങ്കരമായിട്ട് മരം പച്ചപ്പ് ഒക്കെ അത് ദാറ്റ് ഈസ് വൺ തിങ്. വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പുറത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെ കൊണ്ട് ഫ്രെയിം വെച്ചാലും ഫ്രെയിം അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് വാട്ട് ഗിയർ യു ആർ ഷൂട്ടിംഗ് ഡസ് നോട്ട് മാറ്റർ. ഇവിടെ ഒരിടത്തുകൊണ്ട് ഫ്രെയിം, നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, എസ്തെറ്റിക്കലി ഒരിടത്തുകൊണ്ട് ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ഒരു 10-30 പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഇവിടെയൊക്കെ. ചിലപ്പോൾ ആ സ്ഥലം അടിപൊളിയായിരിക്കും, സ്ട്രക്ചർ ഉണ്ടാവും, വണ്ടി വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുന്നു, ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അത് ഹെൽപ്പ് ചെയ്യുന്നില്ല നമ്മളെ. ആ കൈൻഡ് ഓഫ് മാർക്കറ്റിംഗ് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഇന്നത്തെ കാലത്തെന്ന് ചോദിച്ചാൽ ഇല്ല. ദാറ്റ് ഇസ് ടു മച്ച് ഓഫ് ക്ലട്ടർ. ഐ ഡോണ്ട് നോ വൈ ഇറ്റ്സ് സ്റ്റിൽ ദെയർ.
അപ്പം അത് ഭയങ്കര സ്ട്രഗിൾ ആണ്. 80% സ്ഥലത്ത് സിമെട്രി പിടിക്കാൻ പറ്റത്തില്ല. ബിൽഡിങ്ങുകളെല്ലാം നമ്മൾ എല്ലാം ഒരു ഇറ്റാലിയൻ സ്റ്റൈൽ, നാടൻ സ്റ്റൈൽ, അങ്ങനെ ഫുൾ മിക്സ്ഡ് ആണ്. ഇപ്പം മട്ടാച്ചേരി പോലത്തെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സിമെട്രി ഉണ്ട്. എനിക്ക് തോന്നുന്നു അവിടെ കൊച്ചിയിലെ ഫ്രെയിമുകൾ പിടിക്കാൻ ഭംഗി ഏറ്റവും അവിടെ. ഈ തമിഴ്നാട്ടിലൊക്കെ പോവുകയാണെങ്കിലും എന്താ പ്ലെയിൻ സ്ഥലമാണ്, നമുക്കൊരു സിമെട്രിക്കൽ ഫ്രെയിമുകൾ പിടിക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇവിടെ ഒരു 80% സ്ഥലത്ത് ഈ നാടൻ പരിപാടികളൊക്കെ ആണെങ്കിൽ വർക്കാണ്. ബാക്കി സ്ട്രക്ചറുകൾ കുറച്ച് ലിമിറ്റേഷനുകളുണ്ട് കൊച്ചിയിൽ എസ്പെഷ്യലി. പറഞ്ഞ പോലെ ആർക്കിടെക്ചറൽ ഇതിൽ ഒരുപാട് യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ആർക്കിടെക്ചർ 2 രീതിയിലാവും. ഒന്ന് ഫോർ യൂട്ടിലിറ്റി ആവാൻ, വൺ ഫോർ എക്സ്പ്രഷൻ ആവാം. നമ്മുടെ രാജ്യത്തിൽ ആർക്കിടെക്ചർ ഫോർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിൽ മാത്രം കാണപ്പെടുന്നൊരു സംഭവമാണ്. ഇറ്റ്സ് ഓൾ യൂട്ടിലിറ്റി. ആൻഡ് ദ പ്രോബ്ലം വിത്ത് യൂട്ടിലിറ്റി ഈസ് അതൊരു ടെംപ്ലേറ്റാണ്. എവിടെ നോക്കിയാലും അത് കാണാൻ പറ്റും. അവിടെ യാതൊരു കൈൻഡ് ഓഫ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ അതിനായിട്ടുണ്ടാവില്ല. സോ ലൊക്കേഷൻ ട്രെക്കി എന്ന് പറയുന്ന സാധനം വെരി ഡിഫിക്കൽട്ട്. പിന്നെ ഇപ്പോൾ പുറത്തെ കൺട്രീസിലുള്ള ബിൽഡിങ്സ് ഒക്കെ അവരുടെ ഒരു കൾച്ചറായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ പരിപാടിയായിരിക്കും. ഇന്ത്യ ആൻഡ് കേരള ഇറ്റ്സ് ലൈക്ക് ദേ ഡോണ്ട് കെയർ. നല്ല രീതിയിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പറ്റിയ ഒരു സ്ട്രക്ചറേ അല്ല ഇപ്പോൾ ഇവിടെ വരുന്നത്. മൊത്തം നമ്മുടെ നാടിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ ഇല്ല. എന്തായാലും നല്ല രീതിയിൽ അലമ്പാണ്. ഒരു ഫ്യൂച്ചർ ജനറേഷനൊക്കെ നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിമിനൽ പരിപാടിയാണ്. ലൈക്ക് നമ്മുടെ കൾച്ചറൊക്കെ തീർന്നു. ഇപ്പോൾ ഒക്കെ ഒരു ബേസിക് സർവൈവൽ എന്നുള്ളൊരു രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇപ്പോൾ ഇവിടെ വരുന്നത്. പക്ഷെ നമ്മളിപ്പം കേരളത്തിൽ കമ്മിങ് ബാക്ക് ടു ഹിപ്പ് ഹോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കൾച്ചർ ഇപ്പോൾ ഫോം ആയിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. മേ ബി ഇറ്റ്സ് എ സബ് കൾച്ചർ. ഒരു ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞൊരു മ്യൂസിക് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ ഒരു സ്ട്രീമിൽ കുറേ സബ് കൾച്ചേഴ്സ് ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്ന വിഷ്വൽ സ്റ്റോറി ടെല്ലേഴ്സാണ് നിങ്ങളെല്ലാവരും. അപ്പോൾ അത് നിങ്ങളുടെ അപ്ബ്രിങ്ങിങ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ്, അതുപോലത്തെ കാര്യങ്ങൾ, ആ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്ന മ്യൂസിക്, അവിടുന്ന് പെട്ടെന്നൊരു സഡൻ ഷിഫ്റ്റ് ആയിരുന്നു ഹിപ്പ് ഹോപ്പിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലേക്ക്. നമ്മൾ കുറച്ചും കൂടെ ഒക്കെ കസറ്റ്സൊക്കെ ഇട്ട്, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ കസറ്റ്സൊക്കെ ഇട്ട് ഡിവോഷണൽ ഗാനങ്ങൾ കേട്ട് തുടങ്ങുന്നു. പിന്നെ ACV മറ്റേ ഫ്രഷ് ഹിറ്റ്സ് വരുന്നു. അതിൽ പഴയ 90കളിലെ സിനിമ പാട്ടുകളാണ് കേൾക്കുന്നത്. പിന്നാണ് ഈ MTV. എനിക്ക് മൈക്കിൾ പെട്ടെന്ന് MTV എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ MTV ഒക്കെ ഡിസ്കവർ ചെയ്യുന്നതന്നെ 2010. അപ്പോഴത്തേക്ക് ഞാൻ 11th 12th സ്റ്റാൻഡേർഡൊക്കെ ആയി. അപ്പോഴാണ് ഇത് ഡിസ്കവർ ചെയ്യുന്നത്. ഓക്കെ, VH1 MTV 2014 ആ ഒരു ടൈമിൽ ലൈക്ക് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. VH1 ക്ലോസ്ഡ് ആക്ച്വലി. അവരൊരു രാവിലെ ഒരു 6 o'clock തൊട്ട് 12 o'clock വരെ ബ്രേക്ക് ഇല്ലാണ്ട് ദേ പ്ലേ സോങ്സ്. രാവിലെ ഇരുന്ന് ഇങ്ങനെ കാണും ഉച്ചവരെ. വേറെ ഒരു പരിപാടിയില്ല എനിക്ക്. റോസ് ബോൾ കാണായിരുന്നു. അതിൽ കുറേ മ്യൂസിക് വീഡിയോസ് കുറെ അറിയാത്ത മ്യൂസിക് വീഡിയോസ് ഒക്കെ വരും. അപ്പം അതിൽ പിന്നെ ഈ മ്യൂസിക് വീഡിയോസിന് ഭയങ്കര കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര വിയേർഡ് കോൺസെപ്റ്റ് ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. എന്താ നമ്മൾ ഒരിക്കലും മനസ്സിലാവാത്ത വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പം അത് റോസ് ബോൾ വരുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കൊള്ളാം. പിന്നെ ഞാൻ ഡ്യൂ ഡ്രോപ്സ് ഒക്കെ ഇരുന്ന് കാണും കൈരളിയിൽ. അതിൽ മറ്റേ പ്രണയഗാനങ്ങളൊക്കെ ഇരുന്ന് അങ്ങനെ. പിന്നെ നമ്മുടെ ഒരു കൾച്ചറിൽ ഈ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ മറ്റേ ട്രാക്ക് ഉണ്ടല്ലോ, നാരി നാരി, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ട്രാക്കൊക്കെ കാണുന്നത്. ഭയങ്കര ഫാസ്റ്റാണ്. അതിൻ്റെ മ്യൂസിക് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആൾക്കാർ ഡാൻസ് ചെയ്യുന്നു, ഭയങ്കര കട്ട്സ്. പിന്നെ ഇപ്പോഴിരുന്ന് ആലോചിക്കുമ്പോഴാണ് ഫസ്റ്റ് ഒരു എൻകൗണ്ടർ ഓഫ് എ ഫാസ്റ്റ് മ്യൂസിക് അല്ലെങ്കിൽ ഫാസ്റ്റ് വിഷ്വൽ സ്റ്റോറി ടെല്ലിങ് എന്ന് പറയുന്നത് എനിക്ക് അതായിരുന്നു. അങ്ങനത്തെ ഒരു ഇത് തോന്നാറുണ്ട്. പിന്നെ ഒരു മൈക്കിൾ ജാക്സന്റെ മ്യൂസിക് വീഡിയോസ് ആയിരിക്കും ആ ടൈമിൽ. ഇല്ല, ആ ടൈമിൽ നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുണ്ടാവുക മൈക്കിൾ ജാക്സൺ മ്യൂസിക് വീഡിയോസ് ആയിരിക്കും. വേറെ നമ്മളധികം പിന്നെ വെസ്റ്റേണിനേക്കാളും എനിക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു മ്യൂസിക് ലിസണിങ് കൾച്ചർ ഉണ്ടായിരുന്നല്ലോ. അപ്പം ഈ ഫിലിംസാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ദെൻ നമുക്ക് വിഷ്വൽ ഫോം ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ ട്രാക്കുകൾ അല്ലെങ്കിൽ ട്രാക്കുകൾ നമ്മൾ കസറ്റ്സിലിട്ട് കേൾക്കുമ്പോൾ തന്നെ വിഷ്വൽ നമുക്ക് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര വിഷ്വൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കൾച്ചറാണ്, സൊസൈറ്റിയാണ്. അപ്പം അവിടെ നമുക്ക് ഭയങ്കര സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ട്രാക്കുകൾ, സിനിമ പ്രത്യേകിച്ച് മലയാള സിനിമകളിലൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ട്രാക്കുകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അവിടോട്ടാണ്
ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയും. അപ്പോൾ അവിടോട്ടാണ് ഇതുപോലെ ആൽബം സോങ്സ്, ആൽബം ട്രാക്കുകളൊക്കെ വരുന്നത്. ഈ വെളിയിൽ ഉള്ള വെസ്റ്റിലുള്ളതും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള ട്രാക്കുകൾ. അപ്പോൾ അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ഇത് ഭയങ്കര പടപട പരിപാടിയാണല്ലോ. ഇപ്പോഴാണത് ആലോചിക്കുന്നത്, അന്ന് നമുക്കറിയത്തില്ല. അന്ന് അതിൻ്റെ ഒരു വൈബിനകത്ത് നമ്മൾ കേട്ട് കേട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ ട്രാക്കുകൾ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആ സമയത്ത് കേട്ടുകൊണ്ടിരുന്ന ട്രാക്കുകൾ, അങ്ങനത്തെ നിങ്ങൾക്കൊരു വിഷ്വൽ ഫോം തലയിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ? അതിപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു ഹിപ്പ് ഹോപ്പ് ജോൺറ അല്ല. ഇപ്പം വെളിയിൽ വെസ്റ്റിൽ കുറേ അടിപൊളി ക്രിയേറ്റേഴ്സും ആർട്ടിസ്റ്റുകളും ഉണ്ട്. പക്ഷേ ഒരു 80s 90s ഒക്കെ എൻഡിൽ വരുമ്പോഴത്തെ പോപ്പ് മ്യൂസിക്, റോക്ക് മ്യൂസിക്, അല്ലെങ്കിൽ ആ സമയത്തെ ഗാങ്സ്റ്റർ റാപ്പ്, അതൊക്കെ കേട്ട് വളരുമ്പം അതിപ്പം യൂസ് ചെയ്യാറുണ്ടോ? ഒരു ഓൾഡ് കമ്മിങ് ടു ദ ന്യൂ ഫോർ ഫ്രണ്ട് യൂസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ അത് മിസ് ചെയ്യുന്നുണ്ട്. സിംപ്ലിസിറ്റി ഉണ്ടല്ലോ മ്യൂസിക് വീഡിയോസിൻ്റെ ഒക്കെ, കുറച്ചുകൂടെ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഹിപ്പ് ഹോപ്പ് മ്യൂസിക് വീഡിയോസിനേക്കാൾ കൂടുതൽ റോക്ക് ബാൻഡ്സിനോടായിരുന്നു എൻ്റെ ആദ്യത്തെ. ഞാൻ മറ്റേ ബാക്ക്സ്ട്രീറ്റ് ബോയ്സ് ആൻഡ് ലിങ്കിൻ പാർക്ക് ഫാൻ ആയിരുന്നു. പിന്നെ സോഫ്റ്റ് റോക്ക് കുറച്ച് ഇഷ്ടമുള്ള ആളായിരുന്നു. അവിടെ നിന്നാണ് മ്യൂസിക് വീഡിയോസിൻ്റെ ക്രേസ് വന്നു തുടങ്ങി. ഞാൻ അതിങ്ങനെ ഒരുപാടിരുന്ന് കാണുമായിരുന്നു. പക്ഷേ നൗ വെൻ യു ലുക്ക് ബാക്ക് അറ്റ് ഇറ്റ്, സിംപ്ലിസിറ്റി ഉണ്ട് അത്യാവശ്യം. ചെയ്യുന്നത് ആ പണ്ടത്തെ ഒരു ഹോമേജ് കൊടുക്കാന്നുള്ള പരിപാടിയാണ്. എനിക്ക് അതിലൊരു ത്രില്ലുണ്ട്, കണ്ടു വളർന്ന സാധനത്തിനൊന്ന് ട്രിബ്യൂട്ട് ചെയ്യാറുള്ളത്. പിന്നെ കോൺഷ്യസ്ലി അല്ലെങ്കിലും സബ് കോൺഷ്യസ്ലി എന്തായാലും എല്ലാവരും ഇൻസ്പയർ ചെയ്യും. ഇങ്ങനത്തെ വീഡിയോസ്, നമ്മുടെ ഇമേജസ് ഇങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും. ഇപ്പോൾ പണ്ടത്തൊക്കെ സ്ക്രില്ലെക്സിൻ്റെ ഒക്കെ വീഡിയോസ് ഭയങ്കര രസമാണ്, ഭയങ്കര നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ആയിരിക്കും. ഭയങ്കര രസം, ഭയങ്കര സ്റ്റോറി ടെല്ലിംഗ് ആയിരിക്കും അതിലൊക്കെ പറയുന്നത്. അപ്പോൾ അത് അന്ന് നമുക്ക് കാണുന്ന സമയത്ത് കഥ മനസ്സിലായില്ലെങ്കിലും നല്ല രസമുണ്ട് എന്നുള്ളൊരു സാധനമായിരിക്കും. പക്ഷെ ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ റീവിസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ക്രില്ലെക്സിന്റെ മ്യൂസിക് വീഡിയോയിലെ ഒരു ഐ വോണ്ട് സേ വിച്ച് വൺ ഇറ്റ് ഇസ്, ഒരു മ്യൂസിക് വീഡിയോയിലെ സീൻ ഹാസ് റിയലി ഇൻസ്പയർഡ്. ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന എൻ്റെ സിനിമയിൽ ഒരു സീനിനെ ആ മ്യൂസിക് വീഡിയോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. നോട്ട് ജസ്റ്റ് മ്യൂസിക് വീഡിയോസ്, ഇറ്റ്സ് സബ് കോൺഷ്യസ്ലി വരും, അത് ഉറപ്പാണ്. നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്കത് ഓർമ്മയുണ്ടാവില്ല. പക്ഷെ അത് എവിടെയെങ്കിലും വേറെ ആർക്കെങ്കിലൊക്കെ ആയിരിക്കും നോട്ടീസ് ചെയ്യാൻ പറ്റുക. ഇത് ഇതേപോലത്തെ ഒരു സീൻ അവിടെ ഇല്ലേ നോക്കുമ്പോൾ സിമിലാരിറ്റി ഉള്ള സീനുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലവും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ വേറെ ആയിരിക്കും. എങ്കിലും ചില ബീറ്റ് പോയിന്റുകൾ സിമിലർ ആയിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ബോഡി ഓഫ് വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എവിടുന്ന? ഇപ്പോൾ പ്രണവിൻ്റെ പെർട്ടിക്കുലർലി അബൌട്ട് മ്യൂസിക് വീഡിയോ സ്റ്റോറി ടെല്ലിങ്, അതിൻ്റെ സ്റ്റാർട്ട് ഞാനിപ്പോൾ ഇരിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞ ഹിന്ദിയിൽ ആയിരുന്നു, ഹിന്ദി ട്രാക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ള. അത് ഞാൻ ആദ്യമായിട്ട് ചെയ്യാനിരുന്ന മ്യൂസിക് വീഡിയോ ശരിക്കും റിബിൻ റിച്ചാർഡിൻ്റെ, നിഹാൽ സാദിഖിൻ്റെയും ചെകുത്താനായിരുന്നു. പക്ഷെ അത് കോവിഡ് വന്ന് ട്രിപ്പിൾ ലോക്ക്ഡൗൺ ആയി. ഷൂട്ടിൻ്റെ 2 ദിവസം മുന്നേ ആൻഡ് ദെൻ നമ്മൾ അത്രയും പ്രെപ്പ് ചെയ്തിട്ട് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. ഞാനാണെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. ഐ വാസ് വെരി ആംഗ്രി. ആ ദേഷ്യത്തിൽ ഞാൻ വീട്ടിലിരുന്ന് ഈ ഫോൺ തന്നെ കേട്ടോ, ഇത് 4-5 വർഷം പഴയതാണ്. ആ സമയത്ത് ഈ ഫോൺ ഉപയോഗിച്ചിട്ട് ഐ ഷോട്ട് ആൻ എൻറ്റയർ ഷോർട്ട് ഫിലിം എൻ്റെ വീട്ടിൽ. ഞാനൊരു തത്ത ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് അതിന് സ്ക്രിപ്റ്റ്, അതെൻ്റെ ഫിലിം സ്കൂളായിരുന്നു ബേസിക്കലി. അതിന് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി, ഫോണിൽ ഷൂട്ട് ചെയ്ത്, എഡിറ്റിങ് ഞാൻ ചെയ്തു, കളർ ഗ്രേഡിങ് ഞാൻ, VFX ഞാൻ, സൗണ്ട് ഡിസൈനും ഞാൻ, അതിൻ്റെ മിക്സിങ്ങും പരിപാടിയെല്ലാം. ഇതെല്ലാം മെയിൻലി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. വി ഓൾ വെർ ഫ്രസ്ട്രേറ്റഡ് അല്ലേ കോവിഡിൻ്റെ സമയത്ത്. അങ്ങനെ അതിരുന്നുണ്ടാക്കി അന്ന് അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ട് അത് ഒരുപാട് ട്രാവൽ ചെയ്തിട്ട് അതിൽ നിന്ന് എനിക്ക് എൻ്റെ കുറേ ഓപ്പർച്യൂണിറ്റീസ് അതിൽ നിന്നാണ് വന്നത്. ദാറ്റ് വാസ് ദ ബിഗിനിങ്. ഇറ്റ് വാസ് ലൈക്ക് എ ഹോം മെയ്ഡ് തിങ്. അതിൽ നിന്ന് എനിക്കൊരു ആഡ് കിട്ടി, നാഷണൽ ആഡ്, അപ്സ്റ്റോക്സ്. അത് മനുഷാദ അവർ ത്രൂ തന്നെയാണ് നമ്മൾ ചെയ്തത്. അത് കഴിഞ്ഞായിട്ട് 2 ഹിന്ദി മ്യൂസിക് വീഡിയോസ്. വൺ വാസ് ഫോർ യൂണിവേഴ്സൽ, വൺ വാസ് ഫോർ ദിസ് ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റ് കോൾഡ് സുസോൺ. ഒരു മെർമെയ്ഡ് കോൺസെപ്റ്റുള്ള അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. രണ്ടും ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇൻഡി വർക്കാണ്. ഈ പറഞ്ഞ കാലാവസ്ഥയുടെ കാര്യം പറഞ്ഞില്ല കേരളത്തിലെ, എനിക്കൊരു വട്ടം കൈ പൊള്ളിയിട്ടുണ്ട് ആ മ്യൂസിക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരം. കേരളത്തിൽ രണ്ടും കേരളത്തിലാണ് ഷൂട്ട് ചെയ്തത്. ആ ആഡും കേരളത്തിലാണ് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഓൾ ഹിന്ദി കോണ്ടന്റ്. ഇതുപോലെ ഷൂട്ടിനിടയ്ക്ക് മഴ വന്നിട്ട് ഷൂട്ട് നിന്നുപോയി. ഞാനൊരു 12 ലക്ഷം രൂപ കടത്തിലായി. അത് പിന്നെ ഞാൻ കുതിപ്പൊക്കി ആ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് ഔട്ട് എടുത്ത് കൊടുത്ത്. സോ കേരളത്തിലെ വെതറുമായിട്ടുള്ള എൻ്റെ റിലേഷൻഷിപ്പ് അതാണ്. അതുകൊണ്ട് ഞാനിപ്പം മഴക്കാലമൊക്കെ ഭയങ്കരമായിട്ട് നോക്കി. അതും പ്രതീക്ഷിക്കാത്തൊരു സമയത്ത്, ക്രിസ്മസിൻ്റെ തലേദിവസം രാത്രിയാണ് മഴ പെയ്യുന്നത്. ആ സമയത്ത് മഴ പെയ്യേണ്ടത് പോലും അല്ല. അങ്ങനെയൊക്കെയുള്ള പണികൾ കിട്ടിയിട്ടുണ്ട്.
അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ? അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മനുവിൻ്റെ മ്യൂസിക് വീഡിയോസിൽ അസോസിയേറ്റ് ആയിട്ടും ചീഫ് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. VFX സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രിറ്റി മച്ച് ലൈക്ക് ദാറ്റ്. പക്ഷേ ഇതിനെല്ലാം മുന്നേ ഐ ഹാഡ് സം എക്സ്പീരിയൻസ്. ഈ ഫോണിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുക, ഗോപ്രോയിൽ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുക. ഫിലിം ഹോം സ്കൂളിംഗ് ആയിരുന്നു. ഹോം സ്കൂളിംഗ് ആണ്. ഞാൻ +1 +2 എഡിറ്റിംഗ് പഠിച്ചത്. പക്ഷേ ഇതെല്ലാം ആസ് എ ഡാൻസർ ആയിരുന്നു ആദ്യം. ഇപ്പം ഡാൻസർ ആകുമ്പോൾ നമുക്ക് തോന്നുന്നു എൻ്റെ പാട്ടിനൊരു റീമിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം, പക്ഷെ ആരും ചെയ്തു തരില്ല. അപ്പം നമ്മൾ തന്നെ അത് ചെയ്യാൻ പഠിക്കും. ഞാൻ തന്നെ എൻ്റെ ഡാൻസ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇനി അത് എഡിറ്റ് ചെയ്തൊന്ന് പൊലിപ്പിച്ചെടുക്കണം, അതും ആരും ചെയ്യാനില്ല. അപ്പം നമ്മൾ തന്നെ സോ എനിക്കൊന്ന് ഡാൻസ് ത്രൂ ഞാൻ കുറേ സാധനങ്ങളിലേക്ക് അങ്ങനെ അല്ല ഇതേ സെയിം, ഇതെല്ലാം കഥ എല്ലാവരുടെയും സെയിം ആണെന്നുള്ള. ഈ ഞങ്ങൾ ഇതുപോലെ ഇവൻ സക്സസ് ആയി ഡാൻസിൽ. ഞങ്ങൾ സ്കൂളിൽ ഇതുപോലെ കുറച്ച് കൂട്ടുകാർ ഞങ്ങൾ കണക്ട് ആയത് ഈ സ്ക്രില്ലക്സിന്റെ പേര് പറഞ്ഞപ്പോൾ ആലോചിച്ച, അതൊരു കൾട്ട് പോലെ ആയിരുന്നു. സ്ക്രില്ലക്സ് അറിയാവുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം മ്യൂസിക് ഡിസ്കവർ ചെയ്ത് പോകുന്നതായിരുന്നു അന്നൊക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ 2-3 കൂട്ടുകാരുണ്ട് ഡൗൺലോഡ് ചെയ്ത് സ്ക്രില്ലക്സിന്റെ മ്യൂസിക് വീഡിയോ ഒക്കെ കമ്പ്യൂട്ടറിൽ യൂട്യൂബിൽ ചെയ്ത് ഡൗൺലോഡ് ചെയ്ത്. മോനി, അനീഷ് എന്നൊക്കെ പറയുന്ന 2-3 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഞങ്ങള് ഇതേപോലെ തന്നെ സ്കൂളിൽ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പം അതിന് പാട്ട് എഡിറ്റ് ചെയ്തും അതിന്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് പരിപാടി തുടങ്ങിയത്. അപ്പം പെട്ടെന്ന് സ്ക്രില്ലക്സിന്റെ പേര് പറഞ്ഞപ്പോഴാണ് എനിക്കിതൊക്കെ പരിപാടിയിലും അത് എല്ലാവർക്കും ഒരു ബേസിക്. എനിക്ക് തോന്നുന്നു മ്യൂസിക് വീഡിയോയിലോട്ട് വരാൻ കാരണം തന്നെ ഈ ഒരു സെൻസ് ഉണ്ടല്ലോ, ഈ ബീറ്റ് സെൻസ് ഉണ്ടല്ലോ, അതായിരിക്കും അതെ തുടക്കം. ഇഫ് യു റിയലി ലുക്ക് അറ്റ് ദ മുംബൈ സീൻ, മുംബൈയിലെ ഒട്ടുമിക്ക യങ് ഏജ് വീഡിയോ ഡയറക്ടേഴ്സ്, ക്രിയേറ്റീവ്സ്, പ്രൊഡക്ഷൻ ഹൗസസ് ഇവരെല്ലാവരും എക്സ് ഡാൻസേഴ്സാണ്, മോസ്റ്റ് ഓഫ് ദം. കാരണം ഞാൻ അവിടെ വളർന്നതുകൊണ്ട് ഐ നോ ദ ഹിപ്പ് ഹോപ്പ് സീൻ ദർ. ഐ വാസ് എക്സ്പോസ് ടു ദ കൾച്ചർ. അവിടെ ഞങ്ങൾ സ്ഥിരമായിട്ട് ബാറ്റിൽസിനൊക്കെ പോകും. അന്നൊക്കെ ഉണ്ടായിരുന്ന ബ്രേക്ക് ഡാൻസേഴ്സും അവരൊക്കെയാണ് ഇപ്പോൾ അവിടെ DOPs ആയിട്ടും എഡിറ്റേഴ്സായിട്ടും ഡയറക്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നത്. അവർ കംപ്ലീറ്റ്ലി ലൈക്ക് അവരവരുടെ ലൈവ്ലിഹുഡ് ആ സീനിൽ നിന്ന് ഈ പഠിച്ചെടുത്ത ടൂൾസ് എല്ലാം അവരിപ്പോൾ പ്രൊഫഷണലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഓൾ എക്സ് ഡാൻസേഴ്സ്, ദേ ആർ ഓൾ ഇൻ ടു പ്രൊഡക്ഷൻ. അപ്പം അതൊരു ഗോഡ് ഗിവൺ ടാലന്റ് അല്ല, പക്ഷേ ഇതൊരു റൂട്ടാണല്ലേ? ഓ, അതെനിക്ക് ന്യൂ ഇൻഫർമേഷൻ ആയിട്ടോ. ലൈക്ക് ഇത് ഒരുപാട് ആൾക്കാർ പറയാറില്ലായിരുന്നു. ഇങ്ങനെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഇപ്പോഴാണ് ആ പാറ്റേൺ എനിക്ക് ക്രാക്ക് ആയി കിട്ടിയത്. നമ്മൾ ആക്ച്വലി എക്സ്പോസ്ഡ് ആവുന്ന ഇതുപോലത്തെ കണ്ടന്റ് വെച്ചിട്ടാണ് നമ്മുടെ മ്യൂസിക്, നമ്മുടെ ഡാൻസ് സ്കില്ലൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് നമ്മുടെ ആ ഒരു ഇഷ്ടം എന്തായാലും പോവും. അത് പിന്നെ ക്യാമറ ത്രൂ വിഷ്വലി കൺസീവ്, അല്ലെങ്കിൽ വിഷ്വലി കൺസീവ് ചെയ്തിട്ട് ക്യാമറ ത്രൂ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഇതിലോട്ട്. ബിക്കോസ് വെൻ യു ഡാൻസിങ് ദെയർ ആർ മൾട്ടിപ്പിൾ തിങ്സ് അറ്റ് പ്ലേ. യുവർ ഓഡിയോ സെൻസറി തിങ്സ്, യുവർ വിഷ്വൽ, യുവർ മൂവ്മെൻറ്റ്, സ്പേസ്, എല്ലാം കൊണ്ടും ഒരു വിഷ്വൽ സാധനം. ലൈക്ക് യു ആർ ഓൾസോ പെർഫോമിങ്, യു ആർ ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് ഒബ്സർവിങ്. You are performing the visual, you are being the visual, you are hearing the visual, you are also seeing the visual. ഒന്ന് ഡാൻസിന് അത്രയും ചെയ്യാൻ പറ്റുന്നുണ്ട് ആൾക്കാർക്ക്. ഞാൻ അങ്ങനെ ഇപ്പോൾ അവൻ പറഞ്ഞ പോലെ ലൈക്ക് എൻ്റെ ഫാമിലിയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും ഇല്ല. ഇപ്പോൾ സിനിമയായിട്ടൊരു ബന്ധം തന്നെ ഇല്ല. പക്ഷേ ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ലൈക്ക്, പിന്നെ ഇപ്പോൾ ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ഇന്നത്തെ പോലെ അല്ലല്ലോ, അപ്പോൾ അത്രയൊന്നുമില്ല. കൂടുതലും TV ആണ്, മൂവീസാണ് ഞാൻ ഏറ്റവും കൂടുതലും കണ്ടിട്ടുള്ളത്. മ്യൂസിക് വീഡിയോസ് എനിക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ഐഡിയാസ്, ഭയങ്കര കോൺസെപ്റ്റ്സ് ഇൻട്രസ്റ്റിംഗ് ആവുന്ന പോയിന്റ് തൊട്ടാണ് ഞാൻ മ്യൂസിക് വീഡിയോസിൽ കൂടുതൽ. ഇപ്പോൾ മൈക്കിൾ ജാക്സൻ്റെ ആണെങ്കിലും ഒക്കെ അടിപൊളി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവരും. നമുക്ക് അതിൻ്റെ ഇന്നർ മീനിങ് ഒന്നും അറിയൊന്നുമില്ല, പക്ഷേ എങ്കിലും രസമുള്ള പരിപാടികൾ, കൊള്ളാം എന്നുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. പിന്നെ ഞാൻ പഠിച്ചത് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും മടുത്ത് അങ്ങനെ നിൽക്കുന്ന പോയിന്റിൽ ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ്, എനിക്കറിയുന്ന 1-2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർ ഈ നമ്മൾ തൈക്കുടം ബ്രിഡ്ജ്, അതേപോലെ തന്നെ അവിയൽ, അവരുടെയൊക്കെ ആഫ്റ്റർ മൂവി പരിപാടികൾക്കൊക്കെ ഉണ്ട്. ഞാൻ അവരുടെ കൂടെയൊക്കെ പോകും. അപ്പോൾ ഗിഗ്സാണ് ഞാൻ കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടുത്തെ ആർട്ടിസ്റ്റുകളെ കൂടുതലായിട്ട് പരിചയപ്പെടാനുള്ള, ഡിസ്കവർ ചെയ്യുക, അതിൻ്റെ പരിപാടികൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു പ്രോസസ്സിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരിക്കലും മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ ലൈക്ക് റൈറ്റർ ആവണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. റൈറ്ററായിട്ട് അതുകൊണ്ടിട്ട് നമ്മൾ ഡയറക്ടേഴ്സിനെ കൊണ്ടുപോയി കൊടുക്കുന്നു, എല്ലാവർക്കും ഒരേ സമയത്ത് 5 കഥകൾ കൊടുക്കുന്നു. അതൊക്കെയായിരുന്നു എൻ്റെ കുറേ ആവശ്യമില്ലാത്ത പ്ലാൻസ്. ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു കഥ എനിക്ക് വേണ്ടി പോലും എഴുതാൻ പറ്റില്ല, അടുത്ത കാലത്തൊന്നും തീരില്ല. അതിന് ലൈക്ക് വേറെയും കുറേ ലൈക്ക് നമ്മൾ ആലോചിക്കുന്ന ജോണറാണെങ്കിൽ അതിനനുസരിച്ചുള്ള റീഡബിലിറ്റി വേണം, അല്ലാന്നുണ്ടെങ്കിൽ ജീവിത എക്സ്പീരിയൻസ് വേണം, എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഞാൻ പിന്നെ
എഴുതി തുടങ്ങിയപ്പോൾ ഞാൻ ഇപ്പോൾ ചിലർക്കൊക്കെ എഴുതി കൊടുക്കുമ്പോഴും അവർക്ക് മനസ്സിലാവുന്നില്ല ആക്ച്വലി ഞാൻ എഴുതിയത് എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അവർക്കിത് വായിക്കുമ്പോൾ അങ്ങനെയല്ല കിട്ടുന്നത്. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഞാനൊരു ഡയറക്ടേഴ്സ് റൈറ്റർ അല്ല. പിന്നെ ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഞാൻ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിക്കുന്ന പോയിന്റിൽ എൻ്റെ ഫ്രണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വെച്ചൊരു പ്രൊജക്റ്റ് എനിക്ക് തരിക, KR എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഡയറക്റ്റ് ചെയ്യാൻ വെച്ച പ്രൊജക്റ്റായിരുന്നു. അതെൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എഴുതി. അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ഇരുന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ ഐഡിയ ഒക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അവൻ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ. അപ്പോഴാണ് ഞാൻ ഓക്കെ. അപ്പോൾ അതുവരെ ഞാൻ ആലോചിച്ചിട്ടില്ല മ്യൂസിക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ അത് ഭയങ്കര ഇതേപോലെ ഭയങ്കര കട്ട ഇൻഡി സീനാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട്. പക്ഷെ അതിൽ ഞാൻ എപ്പോഴും നറേറ്റീവ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അത് എഴുതുമ്പോൾ എൻ്റെ നിറയെ ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ടാവും. ഭയങ്കര കുറേ ലൊക്കേഷൻ ഷിഫ്റ്റ് ഉണ്ടാവും ഞാൻ എഴുതുന്നത്. വിനായകേട്ടൻ അറിയാം, എനിക്കിങ്ങനെ ഒരു ലൊക്കേഷനിൽ എനിക്ക് കുറച്ചേരം ഇരുന്നാൽ തന്നെ ബോറടിക്കും. അപ്പം എൻ്റെ ഭയങ്കര ലൊക്കേഷൻ ഷിഫ്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് ആ ലൊക്കേഷൻ അത്രയും ഞാൻ പറഞ്ഞ പോലെ പൊലിപ്പിച്ച് തരേണ്ടി വരും. ഞാൻ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് ലൊക്കേഷൻ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കണം. ക്യാരക്ടർ ട്രാവൽ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവിടെ അങ്ങനെ എഴുതി. അത് എഴുതി കഴിഞ്ഞപ്പോൾ അത് ഓൾറെഡി ഒരു പാട്ടുണ്ട്. ആ പാട്ടിനനുസരിച്ചിട്ട് ഞാനൊരു വിഷ്വൽ എഴുതി സെറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അതിലൊരു നെറേറ്റീവ് ഉണ്ട്. രണ്ടാമത് ഞാൻ ആലോചിച്ചപ്പോൾ ഈ എക്സിസ്റ്റ് ചെയ്യുന്ന പാട്ടല്ലാതെ ഒരു കഥ. അപ്പം എനിക്കത് ഒന്ന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. എന്ന് പറഞ്ഞാൽ ഒരു വലിയ കഥയിൽ ഒരു സിനിമയ്ക്ക് പറയാനുള്ള കഥ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 മിനിറ്റ് മ്യൂസിക് വീഡിയോയിൽ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അപ്പം എനിക്കത് നമുക്ക് ജംപ് കട്ടൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് കൊടുക്കാമല്ലോ. ഒരാൾ നടക്കുന്ന കുട്ടിയിൽ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് ആക്കിയപ്പോഴത്തേക്ക് ആൾ വളർന്നു കഴിഞ്ഞാൽ ആൾക്കാർ കൺവിൻസ്ഡ് ആയി അയാൾ വളർന്നു വലുത് കുട്ടിയായി എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് ഡയലോഗ്സ് ഇല്ലാതെ ഭയങ്കര സിമ്പിളായിട്ട് പോകുന്ന. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സൈലൻറ്റ് ഷോർട്ട് ഫിലിം ചെയ്തു. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഈ ഡയലോഗ്സ് കുറയ്ക്കുന്ന പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ വേറൊരു സ്റ്റോറി വേറൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഷോർട്ട് ഫിലിം വേണ്ടി എഴുതിയതാണ്. ഞാൻ അത് വായിക്കുമ്പോൾ കുറേ ഡയലോഗ്സ് ഇതെടുത്ത് മ്യൂസിക് വീഡിയോ ആക്കിയത്. അത് എനിക്ക് നല്ല രസമായിരിക്കും. ഒരു കുട്ടിയുടെ ട്രാവലായിരുന്നു അതും ഞാൻ അതിനിടയിൽ 2 ഡയലോഗ് വെച്ചിട്ട് അതും ഞാൻ കട്ട് ചെയ്തു. അപ്പോൾ അത് മ്യൂസിക് വീഡിയോ ആയി. അത് പക്ഷേ ഞാൻ കഥ ഡിസൈൻ ചെയ്തതിന് ശേഷം ദാസിയായിരുന്നു എൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ദാസിയുടെ അടുത്ത് പോയിട്ട് പറയുക ഇതിനൊരു പാട്ട് ഉണ്ടാക്കി തരാൻ പറ്റുമോ. അപ്പം ആദ്യം ഉണ്ടാക്കി തരില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കോവിഡ് വന്നു അവന്. അപ്പം വീട്ടിലിരിക്കുക. അപ്പം അവനും പണിയൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം എനിക്ക് ചേട്ടാ ഞാൻ ചെയ്തു ഇതെങ്ങനെയുണ്ട്. അപ്പം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വിരിയും പൂവേ മ്യൂസിക് വീഡിയോ ആയിരുന്നു. അത് അതും ഇന്ത്യ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ തന്നെ കേട്ടോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് അങ്ങനെ പ്രൊഡക്ഷനോ ലേബൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. നമ്മൾ തന്നെ ചെയ്ത് നെക്സ്റ്റ് സെറ്റ് നമ്മൾ ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് ലേബൽസ് ആയിട്ടുള്ള വർക്കിംഗ് അങ്ങനെ അതിലേക്ക് വന്നു. പിന്നെയാണ് ഊമ്പലും കഞ്ഞിയൊക്കെ എത്തിയത്. ലൈക്ക് ഇതൊക്കെ ഒരു ലേണിംഗ് സ്റ്റെപ്പാണ്. ഇവിടെ ഇപ്പോൾ കോമാളി നമ്മൾ ഒരു 10,000 രൂപയ്ക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് നമ്മൾ 40,000 രൂപയ്ക്ക് ചെയ്യാൻ പഠിക്കും. പിന്നെ നമ്മൾ അടുത്ത് അപ്പോൾ നമുക്ക് 40,000 നമ്മൾ ലൈക്ക് ഏറ്റവും ബേസിക് 5,000 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഇതറിയാം ചെയ്ത് എങ്ങനെ എത്ര പൈസ വന്നാൽ എത്ര എവിടെയൊക്കെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് പഠിച്ച് ലൈക്ക് അഗൈൻ ലൈക്ക് നമ്മൾ 5,000 ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,000 രൂപയ്ക്കായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക. അത് 5,000 രൂപ ആയതാ. മറ്റേത് 40,000 രൂപയാണെങ്കിൽ 10,000 രൂപയായിരിക്കും ഇട്ടുണ്ടാവുള്ളൂ. ബഡ്ജറ്റ് 40,000 എൻ്റെ ഒരു ഫ്രണ്ട് ലൈക്ക് ഒരു നമ്മുടെ വീട്ടിനടുത്ത് തന്നെയുള്ള. അപ്പം ആ സമയത്ത് നമ്മൾ 3-4 മ്യൂസിക് വീഡിയോ ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് അവൻ നമ്മുടെ സെറ്റിലേക്ക് വരിക. സെറ്റ് എന്നല്ല നമ്മൾ എന്നാലും പറയുന്നത് സെറ്റ് നമ്മൾ എല്ലാവരും ഫ്രണ്ട്സൊക്കെ വർക്ക് ചെയ്യുന്ന സ്പേസിലേക്ക് അവൻ വരിക. അപ്പോൾ അവൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരായിട്ട് അവൻ കുറച്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് തോന്നുന്നു ചേട്ടാ നിങ്ങൾ ഭയങ്കര റിച്ച് പ്രൊഡക്ഷൻ ആണല്ലേ. അപ്പോൾ എന്താ ഇവിടെ ചായയും പഴംപൊരിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പാലക്കാട് ബേസിലിന്റെ സെറ്റിൽ പോയി കഴിഞ്ഞാൽ ചായയും പഴംപൊരി ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവന്റെ സെറ്റിൽ ചായയും പഴംപൊരി ഇല്ല, എല്ലാവർക്കും വെള്ളം, അതും മറ്റേ റീഫിൽ ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് എല്ലാ മേക്കേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. ഊമ്പലങ്കഞ്ഞിയിൽ ഇപ്പം നീ പറഞ്ഞ 5,000 ചെയ്തിട്ടുണ്ട്, പിന്നെ 40,000 ചെയ്തിട്ടുണ്ട്, പിന്നെ ലക്ഷങ്ങളുടെ കളികളിലേക്ക് ബേസിൽ മാറി. അത് എങ്ങനെ ഉണ്ടായിരുന്നു ഊമ്പലങ്കഞ്ഞി ലേബലിന്റെ കൂട്ടത്തിലുള്ള വർക്ക് പരിപാടികളെല്ലാം? അഗെയിൻ ലൈക്ക് മറ്റേത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ബഡ്ജറ്റ് ഇല്ല, എന്നാൽ ബാരിയറും ഇല്ല, നിനക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ബഡ്ജറ്റൊന്നുമില്ല, നിൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് നീ എന്ത് വേണമെങ്കിലും ചെയ്തു. ആർട്ടിസ്റ്റിനേലും പൈസ ഉണ്ടാവില്ല, നമ്മുടെ കയ്യിലും പൈസ ഉണ്ടാവില്ല. ഇത് നമ്മളൊരു കൊളാബറേഷൻ പോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പുറത്തെ ലേബിൾ വന്ന് ഒരു ആർട്ടിസ്റ്റിനെ പിക്ക് ചെയ്യുന്നു, എന്നിട്ട് അവർ ഫണ്ട് ചെയ്യാന്ന് പറയുമ്പോൾ
ബഡ്ജറ്റ് മാറും ആ ലേബൽ അനുസരിച്ച്. ഇപ്പം ലൈക്ക് എല്ലാ ലേബൽസിനും ഒരേപോലെ ആയിരിക്കില്ല. ചില ലേബൽസിന് അവർ മ്യൂസിക് വീഡിയോയിൽ സ്പെൻഡ് ചെയ്യാൻ ഇത്രയും രൂപ റെഡി ആയിരിക്കും, ചിലർ അവിടെയും സ്പെൻഡ് ചെയ്യാൻ റെഡി ആയിരിക്കില്ല, അവിടെയും കുറച്ച് പൈസ തന്നെ ഉണ്ടാവുള്ളൂ. ഞാൻ 2 സർക്കിളിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷെ തിങ്ക് അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്, അവർക്ക് വിഷ്വൽ ക്വാളിറ്റി അവർ വെക്കുന്നതാണ്. പക്ഷെ അവിടെ എന്താണ് കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റില്ല, അതൊരു ലേബലാണ്. അപ്പോൾ അതിൻ്റെതായ റീച്ചും കാര്യങ്ങളുണ്ട്. അവിടെ ഇൻഡിപെൻഡൻറ്റ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഫിലിംസ് ഉണ്ടാവും, അങ്ങനെ പല ഇതും ഉണ്ടാവും. അപ്പോൾ അവിടെ കുറേ നമ്മൾ പാലിക്കേണ്ട കുറേ നോംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടേ നമുക്ക് എന്ത് കഥയും പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ കേസുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര വലിയ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഐഡിയാസൊക്കെ വരുമ്പോൾ അത് ഒരിക്കലും ചിലപ്പോൾ ഇപ്പോഴത്തെ സീനിൽ ഇവിടുത്തെ കൾച്ചർ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു ലേബൽ സപ്പോർട്ട് ഇല്ലാതെ ആർട്ടിസ്റ്റിന് തന്നെ ഒരു കിടിലൻ നല്ല ബഡ്ജറ്റിൽ ഒരു മ്യൂസിക് വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന പരിപാടികൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് വളരണം. ഒരു ആർട്ടിസ്റ്റ് മാത്രം വളർന്നാൽ മാത്രം കാര്യമില്ല. എല്ലാവരും ഈക്വലി ഗ്രോ അപ്പ് ചെയ്താൽ മാത്രമാണ് എല്ലാവർക്കും അത് സ്പെൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസും അത് റീകൂപ്പ് ചെയ്യാനുള്ള ഐഡിയാസും എല്ലാം കിട്ടത്തുള്ളൂ. അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലേബൽസ് ഇപ്പം ലേബൽസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ മ്യൂസിക് വീഡിയോ ഒരു മാർക്കറ്റിംഗ് ടൂൾ എന്നുള്ളൊരിത് മാത്രമേ അവർക്കുള്ളൂ. ദേ ജസ്റ്റ് നീഡ് എ കോണ്ടന്റ് ടു പുട്ട് ഔട്ട്. ഫ്യൂ റീൽസ് ആയിട്ടാണെന്നുണ്ടെങ്കിലും അതപ്പം മ്യൂസിക് വീഡിയോയുടെ ഒരു വാല്യൂവിനെ കുറയ്ക്കുന്നുണ്ടോ? നോട്ട് ഇൻ ടേംസ് ഓഫ് ദ ഫൈനാൻഷ്യൽസ്, ഇറ്റ് ക്യാൻ ജനറേറ്റ് ഓർ ഇറ്റ് വിൽ ബി ഫണ്ടഡ് ഓർ ബീറ്റ് എനിത്തിങ്. പക്ഷേ അതിൻ്റെ ഒരു മ്യൂസിക് വീഡിയോ എന്ന് പറയുന്ന ഒരു ഹോൾ വിഷ്വൽ സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ വാല്യൂവിനെ അത് ഡിമിനിഷ് ചെയ്യുന്നുണ്ടോ? അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് ടൂൾ മാത്രമായിട്ട് നമ്മൾ കാണുമ്പോൾ അത് ആക്ച്വലി ഇപ്പോൾ നമ്മളൊരു പാട്ട് കേൾക്കുന്ന സമയത്ത് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് ഏതൊരു കോമൺ ആയിട്ടുള്ള ഒരാളാണെങ്കിലും ഭയങ്കര കോംപ്ലക്സ് അല്ലെങ്കിൽ അയാളുടെ മനസ്സിലൊരു ഇമേജ് ഉണ്ടാവും. പക്ഷേ അയാൾ കേൾക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു മ്യൂസിക് വീഡിയോ ആയിട്ടാണ് ആൾ കാണുന്നതെങ്കിൽ ആ ഇമേജ് ആയിരിക്കും ആൾക്ക് ഓരോ പ്രാവശ്യം പിന്നെ ഈ പാട്ട് റീവിസിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ വിഷ്വൽ കാണാൻ അല്ലെങ്കിൽ ഈ പാട്ടും ഈ വിഷ്വൽ ഒരുമിച്ച് കാണാൻ വേണ്ടി അവർ ആ മ്യൂസിക് വീഡിയോ മാത്രം പോയിട്ട് പ്ലേ ചെയ്യും. മോർ ദാൻ മ്യൂസിക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഫോർ ഒരു കോണ്ടന്റ് ആണ്. പാട്ട് നമ്മൾ ഇറക്കുന്നുണ്ട്, അതിനൊരു വിഷ്വലും കൂടി വേണം. അതിന് ഞങ്ങളൊരു ഈ ഒരു ബഡ്ജറ്റ് വരും, അതിന് ഷൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വാ എന്ന് പറയുന്ന പരിപാടി അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആ മ്യൂസിക് വീഡിയോന് സത്യം പറഞ്ഞ പേർപ്പസ് ഇല്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഒരു ഇപ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ആലോചിക്കുമ്പോൾ വിനായകേട്ടനാണെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ആ പാട്ടിനെ വിനായകേട്ടന് കിട്ടുന്ന വിഷ്വൽ ആയിരിക്കരുത് ഞാൻ കൊടുക്കുന്ന വിഷ്വൽ. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ചില സമയങ്ങളിലൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ടേംസിൽ പോകുന്നതനുസരിച്ചിരിക്കും. അത് ലിറ്ററലി അതൊരു എന്താ പറയുക കോണ്ടന്റ് ആയിട്ട് മാത്രം ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സത്യം പറഞ്ഞാൽ പേർപ്പസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ഇപ്പം അങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇത് ലേബൽ സൈഡിൽ നിന്ന് അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ടോ? അതോ ആർട്ടിസ്റ്റിന് തന്നെ ഇപ്പം ഫൈനലി ഇത് നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ മാത്രം ചെയ്താൽ മതി എന്നുള്ളൊരു മൂഡ്? ഈ ഇൻറ്റൻഷനലി ആർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഐ മീൻ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു ഇക്കണോമി, ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടന്റ്, ഇറ്റ് ഈസ് വാട്ട് ഇറ്റ്. ആർട്ട് ആൻഡ് കണ്ടന്റിന് ഒരു സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഹൗ മ്യൂസിക് ആൻഡ് വീഡിയോ വർക്ക്സ് ടുഗെദർ. ലൈക്ക് ഫോർ എക്സാമ്പിൾ ചില സമയത്ത് ഇപ്പോൾ നമുക്ക് ആദ്യം കേട്ടിട്ട് ഭയങ്കരമായിട്ട് വർക്കാവാത്തൊരു സോങ് ചിലപ്പോൾ വീഡിയോയുടെ കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇറ്റ് ഗ്രോസ് ഓൺ യു. അങ്ങനെ ഒരു പവർ ഉണ്ട് വിഷ്വലിന്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ചിലപ്പോൾ വീഡിയോ നമുക്ക് അങ്ങനെ കാര്യമായിട്ട് വർക്കാവില്ല, പക്ഷേ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം നമ്മൾ സഹിച്ചിരുന്ന് ഫുള്ള് കാണും. അപ്പോൾ ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ബാലൻസ് നമ്മൾ കണ്ടെത്തണം. ഞാൻ പോലും ഒരു മ്യൂസിക് വീഡിയോ ഉണ്ടാക്കുമ്പോൾ പാട്ട് ഇത്രയും ചാലഞ്ചിങ് ആണെങ്കിൽ എനിക്കത് എക്സൈറ്റിംഗ് ആണ്. ഒന്നെങ്കിൽ അതിൻ്റെ അടുത്തെത്തണം, അല്ലെങ്കിൽ അതിൻ്റെ പോസിബിലിറ്റി എനിക്ക് പുഷ് ചെയ്യാൻ പറ്റണം. അപ്പോൾ എന്താ വെച്ചാൽ സോങ്ങിൻ്റെ പോസിബിലിറ്റി ഇത്രയാണെങ്കിൽ വീഡിയോ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇത്രയും വലുതാവും. അങ്ങനെയുള്ള ഒരുപാട് എക്സാമ്പിൾസ് റീസെൻറ്റ് ടൈംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ലേബിൾ വരുമ്പോഴത്തേക്ക് പല ലേബിൾസും അവരുടെ ഇൻറ്റൻഷൻ ആണ് മാറ്റർ ചെയ്യുന്നത്. അവരുടെ ഇൻറ്റൻഷൻ ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല. ഇപ്പം പല സിനിമക്കാർ പ്രൊമോ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇതിനൊരു പ്രൊമോ വീഡിയോ വേണം, അങ്ങനൊരു അപ്രോച്ചിൽ പോകുമ്പോൾ വലിയതായിട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. ബട്ട് വെൻ യു ആർ ഇൻറ്റൻഷനലി പാഷനറ്റ് അബൌട്ട് ദിസ് ഇസ് എ സോങ്, ഐ ലവ് ദിസ് സോങ്. ചില ലേബിൾസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ ആർ ആക്ച്വലി പാഷനറ്റ് അബൌട്ട് ദ സോങ്. അവർ ഈ പാട്ടുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ സംസാരിക്കുന്ന രീതിയിലും അവർ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലൊക്കെ നമുക്കത് അറിയാൻ പറ്റും. ലൈക്ക് ഞാൻ ഡെഫ് ജാമിൻ്റെ ഓഫീസിലൊരിക്കൽ പോയപ്പോൾ ഐ ഫെൽറ്റ് എ യങ് ബഞ്ച് ഓഫ് പീപ്പിൾ വെരി പാഷനറ്റ് അബൌട്ട് ഇറ്റ്. ദേ റിയലി കെയർ അബൌട്ട് ദ ആർട്ടിസ്റ്റ് ആൻഡ് ദ മ്യൂസിക്. അതെല്ലാ ലേബലിലും ഉണ്ടാവണമെന്നില്ല, പകുതി ആൾക്കാർക്ക് ഇത് കണ്ടിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നില്ല ആസ് മ്യൂസീഷ്യൻസ് യു ഷുഡ് ബി അവെയർ നിങ്ങൾ നിങ്ങളുടെ ബേബീനെ എവിടെയാണ് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം നിങ്ങൾ ഇതിന് കൊടുത്ത ഒരു
പരിപാലനം അവരിതിന് കൊടുക്കണമെന്നില്ല. അവർക്കിത് എങ്ങനെയാ എന്നാൽ ഇത്ര ലക്ഷം അവർ വിലപേശല, ഇത്ര ബഡ്ജറ്റ് ഉണ്ടോ ഇതിൽ, ഓക്കെ എന്നാൽ പിന്നെ നിങ്ങൾ ഇത് ചെയ്തോ, അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു അപ്ലോഡ് കിട്ടിയാൽ മതി എന്നുള്ള. ഐ ട്രൈ ടു നോട്ട് ബി ദെയർ ആസ് മച്ച് ആസ് പോസിബിൾ. ഒരു ആർട്ടിസ്റ്ററിയാണ്. ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ആണെങ്കിലും കോമ്പൻസേറ്റ് ചെയ്ത് പോവുക ഈ ആർട്ടിസ്റ്ററി. അത് ഇറ്റ് ഷുഡ് സിങ്ക് വിത്ത് ദി മ്യൂസിക് ഡയറക്ടർ ആൻഡ് ദി ആർട്ടിസ്റ്റ് ഓൾസോ ബി സിങ്ക് വിത്ത് മ്യൂസിക്. അതിലിതൊരു ടൂളായിട്ട് മാത്രം കാണരുത് എന്നുള്ളതാണ്. ഐ വാസ് ലക്കി, ലൈക്ക് നീരജേട്ടൻ ബല്ലാത്തയാതി ചെയ്യുമ്പോൾ ഇറ്റ്സ് എ കൊമേഴ്ഷ്യൽ ട്രാക്ക്, ബട്ട് ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എ കൊമേഴ്ഷ്യൽ ട്രാക്ക് ടു ബി സോൾഡ്. അദ്ദേഹത്തിന് ആ വിഷൻ ഉണ്ടായിരുന്നു. ഹി ഗേവ് മീ ദ റിസോഴ്സസ് ടു മേക്ക് ദാറ്റ് ഹാപ്പൻ. അപ്പം മ്യൂസീഷ്യൻസ് അങ്ങനെ വിഷണറീസ് ആകുമ്പോൾ അവരുടെ കൂടെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ലേബിൾസിനും അത് ഉണ്ടാവണം. ദേ ഷുഡ് ബി നോട്ട് ജസ്റ്റ് ദെയർ അതിൻ്റെ എന്താ പറയുന്നത് ബെനിഫിറ്റ് മേടിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാകുന്നവരാവരുതെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങളുടെ ബോഡി ഓഫ് വർക്ക്സിൽ നിന്ന് ഇനിയിപ്പം ഫ്യൂച്ചർ, വാട്ട്സ് ഫ്യൂച്ചർ ഫോർ എ മ്യൂസിക് വീഡിയോ, വാട്ട്സ് എ ഫ്യൂച്ചർ ഫോർ എ മ്യൂസിക് ഡയറക്ടർ ഇൻ ദിസ് കറൻറ്റ് സിനാരിയോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലേബിൾസ് സപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ലൈക്ക് കൂടുതലും ഹിപ്പ് ഹോപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ജോണറാണ്. തീർച്ചയായിട്ടും ഏതൊരു ജോണറാണെങ്കിലും അതിനൊരു സാറ്റുറേഷൻ പോയിന്റ് വരും. അപ്പോൾ അടുത്ത ഏത് ജോണറാണ്, അടുത്ത ഏത് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ വരാൻ പോകുന്നത്. ചിലപ്പോൾ ഇപ്പോഴുള്ള R&B ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന് ചിലപ്പോൾ അത്രയും അവർ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കും ഇപ്പോൾ മ്യൂസിക് വീഡിയോ ആലോചിക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് ചിലപ്പോൾ കിട്ടുന്നത് ഹിപ്പ് ഹോപ്പിലായിരിക്കും. പക്ഷേ നമ്മൾ ഒരു R&B ആർട്ടിസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് അതും ട്രൈ ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ കോൺസെപ്റ്റോ അല്ലെങ്കിൽ നമുക്ക് അത് ലൈക്ക് ഭയങ്കര നാരോ ഡൗൺ ചെയ്തിട്ട് വേണം ചെയ്യാൻ. പക്ഷെ നാളെ എല്ലാ ജോണേഴ്സിനും സപ്പോർട്ട് ചെയ്യുന്ന എന്താണ് ലേബിൾസോ അല്ലെങ്കിൽ മൊത്തത്തിൽ അത് വളരുന്ന സമയത്ത് നമുക്കും അപ്പോഴാണ് എനിക്കും ചലഞ്ചിങ്. മോർ ദാൻ ഹിപ്പ് ഹോപ്പ് എനിക്ക് എല്ലാ ജോണേഴ്സും, എനിക്ക് റോക്ക് ട്രൈ ചെയ്യാം, എനിക്ക് മെറ്റൽ ട്രൈ ചെയ്യാം, എന്ത് വേണമെന്നുണ്ടെങ്കിലും ട്രൈ ചെയ്യാമെന്ന് പറയുന്നത് ഡൗൺ ട്രോഡൻസ് തിരിച്ച് അതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സയൻസ് ആണ്. ലൈക്ക് ഒരു ലേബിൾ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് വീണ്ടും ഉണ്ടെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഹിപ്പ് ഹോപ്പ് ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് മാത്രമായിരുന്നു. എനിക്ക് ഹിപ്പ് ഹോപ്പ് കുറയാനൊന്നും ചാൻസ് ഇല്ല, ബട്ട് ദർ വിൽ ബി മോർ ജോണേഴ്സ് ലൈക്ക് ഇമേർജിങ്. ഹിപ്പ് ഹോപ്പിന്റെ റെലവൻസ് കുറയോ അങ്ങനെയൊന്നുമില്ല. ബാക്കിയുള്ളതിനൊക്കെ ഇതിന്റെ ഒരു എനർജി പേസ് പിടിച്ചിട്ട് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കയറുന്നതാണ് തോന്നുന്നത്. കാരണം ഹിപ്പ് ഹോപ്പ് ഒരു ബേസ് ലെവൽ കൊണ്ടുവന്നിട്ടുണ്ട്. പീപ്പിൾ ക്യാൻ ആക്ച്വലി ലീവ് ഔട്ട് ഓഫ് ഇറ്റ്. പീപ്പിൾ ലൈക്ക് മീ ക്യാൻ ഗെറ്റ് വർക്ക്. പക്ഷേ ഇനി ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളും ബാക്കിയുള്ള ജോൺറസ് ഒക്കെ വരുന്നുണ്ട്. ഹൈബ്രിഡ് ജോൺറസ് ഒക്കെ കുറച്ചും കൂടെ. നിങ്ങൾക്ക് ഇങ്ങനെ സ്പെസിഫിക് ജോൺറ ഓഫ് മ്യൂസിക് ആണ് താല്പര്യം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പം മെറ്റൽ ഫേസ് ആണ് എനിക്ക് ഓരോ ടൈമിൽ റിപ്പീറ്റ് ആയിട്ട് ഒന്നിൽ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ വേറൊരു ജോണറിലേക്ക് പോയാൽ. ഞാൻ ഒരുപാട് ഇമോഷണലി ഡെപ്ത് ഉള്ള കുറച്ച് ഇരുന്ന് കേട്ട് കരയാൻ പാകത്തിനുള്ള ട്രാക്കുകൾ ഇൻഡൽജ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ട്രാക്ക് എനിക്കും ഇമോഷൻ പ്ലേ ചെയ്യാൻ ഭയങ്കര നമ്മുടെ നേരെ ഓപ്പോസിറ്റ്. എനിക്ക് മ്യൂസിക്കിന് എനിക്ക് അങ്ങനെ വലിയ ബ്രേക്കപ്പുകളും പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. അല്ല എനിക്ക് ഇമോഷൻ കാണിച്ചാൽ മതി. ലൈക്ക് അതൊരു മനുഷ്യന്റെ ആയാലും ഡോഗിന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള. ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ കേൾക്കാൻ പറ്റിയ കുറച്ച് സെറ്റ് ഓഫ് സോങ്സ് ഉണ്ട്. രാവിലെ എഴുന്നേറ്റ് കേൾക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് സോങ്സ്. പറഞ്ഞ ഒരു കുൻഫാക്കുന്നൊക്കെ ചെയ്തിട്ട് റിട്ടയർ ആണ്. ഓക്കെ, എല്ലാ ജോണർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയെങ്കിൽ ഭയങ്കര. അപ്പോൾ എനിക്കും പേഴ്സണലി എനിക്ക് ഭയങ്കര വെർസറ്റൈൽ ആവണം എന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്കും പക്ഷെ അറിയില്ലല്ലോ എത്രത്തോളം കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ മെറ്റൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് ഒരു മെലഡിക് ആയിട്ടുള്ള ഒരു പാട്ടിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് മാറണം. എല്ലാത്തിലും അതിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരണം. എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അതിന്റെ ഡിഫറൻസ് വരണം. അപ്പോൾ നമുക്കത് ഫോർസ് ചെയ്തിട്ട് വേണം അതിൽ വർക്ക് ചെയ്യാൻ. അപ്പം അത് നമുക്ക് പറ്റുമോ ഇല്ല എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്തിട്ട് തന്നെ നമുക്കും പഠിക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക് സീൻ ഡിസ്കവർ ചെയ്യപ്പെടുന്ന ഹിപ്പ് ഹോപ്പ് കൂടെ ആയിരിക്കാം. പക്ഷേ ഹിപ്പ് ഹോപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് മടുക്കും, ഇതെന്താ ഇത് മാത്രം. ആൻഡ് ദേ വിൽ സ്റ്റാർട്ട് ലുക്കിംഗ് ഫോർ അതർ സ്റ്റഫ് ലൈക്ക് ഇവിടെ എന്താ നടക്കുന്നുള്ളത്. അവിടുന്ന് എല്ലാവരും ഇവിടെ എത്തി, ഇവിടുന്ന് ഇനി ഡിസ്പേഴ്സ് ആവും. അവർ ചൂസ് ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് ലൈക്ക് അറൗണ്ട് ലൈക്ക് 10 years. ഇതൊരു ഇന്റലിജൻസ് ആണ്. ഇതൊരു തുടക്കത്തിന്റെ തുടക്കം എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടുന്നു. നമുക്ക് ഒരു റീവിസിറ്റ് ചെയ്യാൻ പറ്റണം ആ ട്രാക്കിനെ. പിന്നെ എനിക്കൊന്ന് ഹിസ്റ്ററിയിലെ പാറ്റേൺ ഒന്നും ഇനി നോക്കിയിട്ട് കാര്യമില്ല. ദിസ് ഇസ് ലൈക്ക് ന്യൂ ഹിസ്റ്ററി പാറ്റേൺ. അത് മാറും, ജോൺറ മാറും, അങ്ങനെ ഒന്നുമില്ല. ഇപ്പോഴത്തെ കാലഘട്ടം ഇസ് ലൈക്ക് എൻറ്റയർലി ഡിഫറെന്റ്.
അത് നോക്കുവാണെങ്കിൽ ഇത് സെൽഫ് എക്സ്പ്രഷൻ ഇപ്പം നമ്മളെല്ലാം ഔട്ട്വേർഡ് കാര്യങ്ങളാണല്ലോ സംസാരിക്കുന്നത്. വി ആർ ഓൾസോ ഫൈൻഡിങ് അവർ സെൽസ് ഇൻ ദിസ്. ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ബോഡി ഓഫ് വർക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ബേസിൽ കെയിം ടു ബി എ റൈറ്റർ. അതിൻ്റെ ഡീറ്റെയിലിംഗ് അദ്ദേഹത്തിൻ്റെ വർക്കിലുണ്ട്. അതേ സമയത്ത് ഈ സ്റ്റാർട്ട് ഫോട്ടോഗ്രാഫി ആൻഡ് ആർക്കിടെക്ചർ. ഇപ്പോൾ ലാസ്റ്റ് കണ്ട മ്യൂസിക് വീഡിയോ ഞാൻ പറയുമായിരുന്നു, ദ വേ ഹി കമ്പോസസ് ഷോർട്സ്, എം ടി സ്പേസ് ട്രീറ്റ് ചെയ്യുന്നതും ആ ആർക്കിടെക്ചറിനോടുള്ള ഫ്രെയിമിങ്ങും കാര്യങ്ങളും അവരുടെ സ്ട്രെങ്ത് അവിടെ വിസിബിളാണ്. ഈ കംസ് ഫ്രം എ സിനിമാറ്റോഗ്രഫി ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ട് തന്നെ എസ്തെറ്റിക്സ് എന്ന് പറയുന്ന സാധനം ഇസ് അൺകോംപ്രമൈസ് ഇൻ മനൂസ് വർക്ക്. സോ ഫോൺ എടുത്ത് ഇപ്പോഴും അതെ, ഇതൊക്കെ ഞങ്ങൾ എക്സെൽ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന ഏരിയാസിൽ പോയി ഇറങ്ങി കളിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഞങ്ങൾക്ക് അറിയാത്ത കുറേ സോണുകളുണ്ട്. അതാണ് ഈ വരുന്ന ജോണേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്ത് തരാൻ പോകുന്നത്. ഇപ്പോൾ വെസ്റ്റിലൊക്കെ ആണെങ്കിലും ഗ്ലോബലി പുതിയ പുതിയ ജോൺറാസ് എമർജ് ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട്. ഇപ്പം ആഫ്രിക്കൻ മ്യൂസിക്, അഫ്രോ ബീറ്റ്സ് അല്ലെങ്കിൽ അമപ്പിയാൻ ട്രെൻഡ്, അതിൻ്റെ അനുസരിച്ച് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേറ്റഡ് ആവാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം ഇപ്പം ഏതോ ലാസ്റ്റ് ജനറേഷൻ ആൽഫിയോ വേറെ ഏതോ ഒരു ജനറേഷൻ ഇനിയുണ്ട് ഏതൊക്കെ ജനറേഷൻ. അപ്പൊ ഇതിങ്ങനെ ഈ ജനറേഷൻസ് ഇങ്ങനെ അവരുടെ കയ്യിൽ ഫോൺ കിട്ടുന്നു, അവരുടെ കയ്യിൽ സ്പോട്ടിഫൈ പോലത്തെ ഏതെങ്കിലും DSP പ്ലാറ്റ്ഫോംസിലേക്ക് വരുമ്പോൾ അവരെല്ലാവരും കൺസ്യൂമേഴ്സ് ആവണം, അവരെല്ലാവരും മാറുകയാണ്. ഇപ്പോഴുള്ള 30 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സുള്ള ആൾക്കാരായിരിക്കില്ല കൂടുതലും, അപ്പോൾ 16-17 വയസ്സുള്ള ആൾക്കാരായിരിക്കും പാട്ട് കേൾക്കുക. അപ്പോൾ അവരുടെ ആ ഏജ് കാറ്റഗറിയിലുള്ള കൺസ്യൂമേഴ്സ് അവരുടെ ലൈക്കും കൂടുന്നതിനനുസരിച്ച് ഇവിടുത്തെ ലേബിൾസും കാര്യങ്ങളും റീതിങ്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, നമുക്കിപ്പോൾ അവർക്ക് കൂടുതൽ ഇഷ്ടം റോക്കാണ്, അപ്പോൾ നമുക്ക് കുറച്ച് റോക്ക് ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അവരുടെ ഒപ്പം അപ്ഡേറ്റ് ആണ്, അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർ കൂടുതൽ ഫോളോ ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ ആരാണ്. നമുക്കൊരു സ്കോപ്പ് തരുവാണല്ലോ, സ്കോപ്പ് ഓഫ് വർക്കുകൾ കുറേ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആസ് എ സ്റ്റോറി ടെല്ലർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ റെഡി ആയിക്കൊണ്ടേയിരിക്കണം. നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുന്നു. 5 years ബാക്ക് പിന്നെ ഞാൻ ഒബ്സർവ് ചെയ്ത രീതി നോക്കുകയാണെങ്കിൽ മൂവീസിൻ്റെ ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഭയങ്കര ലുക്ക് ഡൗൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവര് അങ്ങനെ അല്ല, ലുക്ക് ഡൗൺ ആയിരുന്നു, ഇത് നടക്കൂല എന്നൊക്കെയുള്ള സീൻ. പക്ഷെ ഇപ്പോൾ ഇവരുടെ ഹെൽപ്പ് ഇല്ലാണ്ട് ദേ കാൺ പുഷ് എ മൂവി. That's actually sad. As an actor, I can tell you. അല്ല, the better thing is the only thing you can do is surrender to the change and move on. വേറൊന്നും ഫ്യൂച്ചർ പറയുമ്പോൾ AI എന്താണ് ആസ് ക്രിയേറ്റേഴ്സ് ജോലി ഞാൻ അതിനെ കുറിച്ച് അപ്ഡേറ്റ് ആയിട്ടിരിക്കുക. ഞാൻ ഡെയിലി മിനിമം ഒരു അരമണിക്കൂർ മാറ്റി വെക്കാറുണ്ട് ജസ്റ്റ് ടു സിറ്റ് ആൻഡ് ലേൺ വാട്ട്സ് ഹാപ്പനിങ്. ഇറ്റ്സ് എവർ ഇവോൾവിംഗ് ആൻഡ് ഇറ്റ്സ് ടു ഫാസ്റ്റ്. ഞാൻ അരമണിക്കൂർ ഇവനോട് സംസാരിക്കാറുണ്ട്. AI യൂസ്ഫുൾ ആണ്. പ്രിപ്പറേഷൻ, പ്രീ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഏരിയാസിൽ ഞാൻ ഓൾറെഡി ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഒരു സാധനം പ്രീ വിഷ്വലൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ലൊക്കേഷൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇൻറ്റീരിയർ വർക്കും ആർട്ട് ഡിസൈനും ഭയങ്കര ടൈം കൺസ്യൂമിംഗ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഭയങ്കര ഷോർട്ടൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഇനി AI കൊണ്ട് വരാൻ പോകുന്ന ഒരു ഷിഫ്റ്റ് ഇൻ അവർ സീൻ ഇസ് ദാറ്റ് നമ്മൾ ഈ പറയുന്ന വിഷ്വൽ സ്പെക്ടക്കിൾ, ഐ മീൻ a lot of flashy things or visually hooking ആയിട്ടുള്ള കാര്യങ്ങൾ which we see in music videos, right? അത് ഇനി ഭയങ്കരമായിട്ട് ജനകീയമാവും. ഇറ്റ് വിൽ ബിക്കം സോ ഡെമോക്രാറ്റിക് ദാറ്റ് ഐ മീൻ മെറ്റ ഈസ് ഗോയിങ് ടു ഇൻകോപ്പറേറ്റ് ദാറ്റ് ഇൻ ഇൻസ്റ്റാഗ്രാം ആസ് വെൽ. വൈകാതെ തന്നെ എല്ലാവരുടെയും റീലുകളിലും ഫിൽറ്റേഴ്സിലും നമ്മൾ ഈ പൈസ മുടക്കി CG ചെയ്യുന്ന സാധനങ്ങളൊക്കെ വീട്ടിൽ ഇരുന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ സാധനത്തിൻ്റെ വാല്യൂ ഇമ്മീഡിയറ്റ്ലി ഡ്രോപ്പ് ആവും ബിക്കോസ് ഇറ്റ് ബിക്കംസ് ആക്സസിബിൾ എവറിവെയർ. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ബാഡ് തിങ്. We will actually start focusing on something called the narrative, detailing, positioning. We will go back. I will go back. എന്താണ് കാണിക്കുന്നതല്ല, എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതിലോട്ട് നമ്മൾ കൂടുതൽ അറ്റൻഷൻ. ഐ മീൻ ദാറ്റ്സ് ദ തിങ് വിത്ത് ബിജോയ് ഷെട്ടി's body of work. റീസെന്റ് ടൈംസിൽ ഇറങ്ങി. ഐ ഫൈൻഡ് ദാറ്റ് എ കൊളാബറേഷൻ ഓഫ് ഡോക്യുമെന്ററി ആൻഡ് മ്യൂസിക് വീഡിയോ. ഇറ്റ് ഈസ് അതിനുള്ളിൽ ഐ മീൻ അദ്ദേഹം CG കട്ട് ചെയ്തിട്ട് ഹീസ് ക്യാപ്ചറിങ് റിയൽ ലൈഫ് ആൻഡ് ദാറ്റ് വിൽ ബിക്കം മോർ വാല്യൂബിൾ ഇൻ ആൻ എൻവയൺമെന്റ് വെയർ AI വിൽ ബിക്കം more dominant. So എനിക്ക് തോന്നുന്നത് ഐ ലവ് ഫാൻറ്റസി, ഐ ലവ് പ്ലേയിങ് വിത്ത് വിഷ്വൽ സ്പെക്ടക്കിൾ. പക്ഷേ ആസ് ലോങ് ആസ് വി ആർ വെരി മെട്രിക്കുലേറ്റ് അബൌട്ട് ഇൻറ്റൻഷൻ, എന്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ ആർട്ടിസ്റ്റിക് ടച്ച് വിടാത്തിടത്തോളം വി ആർ സേഫ്. ഇതെല്ലാം നമുക്കൊരു ടൂൾ മാത്രമേ മാറും. നത്തിങ് ടു ബി അഫ്രൈഡ് ഓഫ്. ഡിജിറ്റലിലേക്ക് വന്നു, പിന്നെ എഡിറ്റിംഗ് ടൂൾസിലേക്ക് വന്നു. മേ ബി അതിലേക്ക് തന്നെ യൂസ് ചെയ്യുക. വിൽ ഗെറ്റ് ടയർഡ് ഓഫ് ഇറ്റ്, ട്രസ്റ്റ് മീ. ഓവർ യൂസ്ഡ് ആണ്. ലൈക്ക് നമ്മളിപ്പോൾ 1 വീക്ക് കഴിയുമ്പോൾ തന്നെ ലൈക്ക് നമ്മളിപ്പോൾ ഓക്കെ നമ്മൾ പുതിയൊരു കാര്യം ഒരു ദിവസം ഇരുന്ന് നമ്മൾ പഠിച്ച് ഓക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറയുമ്പോഴത്തേക്കും 1-2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അതിനെക്കാട്ടി അപ്ഡേറ്റഡ് വേറെ ആരും. നമ്മളപ്പോൾ അത് പഠിക്കാൻ പോകണം.
entire length of a music video is coming out using AIs. It is. അതൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു 1 വർഷം മുന്നേ തൊട്ട് വരുന്നുണ്ട്. വെരി ഫ്യൂ വിൽ കണക്ട് ടു ദ ഓഡിയൻസ്. എഐയുടെ ഏറ്റവും വലിയ പോരായ്മ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഇമോഷണൽ റെസ്പോൺസ് ആർക്കും ഉണ്ടാവുന്നില്ല. അതാണ് സത്യം. പക്ഷേ ഇനി എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പോൾ ഒരു ഇത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവരും വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത പോയിന്റ് തൊട്ട് ഇപ്പോൾ കുറേ സ്റ്റോക്ക് ഫുട്ടേജുകൾ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റോക്ക് ഫുട്ടേജ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ പ്രീ പ്രൊഡക്ഷനിൽ നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ നല്ല ഹെൽപ്പ് ചെയ്യുന്നത്. ദിസ് വിൽ വർക്ക് ഇൻ പോസ്റ്റ് പ്രൊഡക്ഷൻ ഓൾസോ. നമ്മളിപ്പം ചില ഷോട്ടുകൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി ഓൺ സെറ്റ് പോയിട്ട് ടേക്ക് ദ ഫോട്ടോസ്, പോസ്റ്റ് പ്രൊഡ്യൂസ് ഇറ്റ്, put it in AI. So എന്താ സംഭവം എന്ന് വെച്ചാൽ AI is not generating what is already available around the world. You are feeding it data from your own set and asking AI to അതൊരു ടേസ്റ്റ്ഫുള്ളി വേണ്ട രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ എൻഹാൻസിങ് ആയിരിക്കും. as long as it does not take away the life and the authenticity of what you're making. ആനിമേഷൻസ് ഒക്കെ ഇപ്പോൾ ഭയങ്കര സിമ്പിളാണ്. ലൈക്ക് ആ സ്റ്റൈല് മാത്രം, ആ മോഡൽ മാത്രം അവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി അത് ലൈക്ക് കുറച്ച് ജനറേഷൻസ് ഫെയിൽ ആയിരിക്കും, പക്ഷെ കമ്മിങ് ഫോർവേഡ് എന്തായാലും. അതെ, നിങ്ങളെപ്പോലെ 5000 രൂപയ്ക്കും 40,000 രൂപയ്ക്കും വർക്ക് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇനിയിപ്പോൾ ലക്ഷങ്ങളിലേക്ക് മാറി. എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇത് ഓവർ യൂസ്ഡ് ആയിട്ട് ടയർഡായിട്ട് ഐ തിങ്ക് പീപ്പിൾ വിൽ ഗോ ബാക്ക്. കാരണം ഇപ്പോൾ മറ്റേ ഫിലിം ക്യാമറാസ് സ്റ്റാർട്ടഡ് കമ്മിങ് ബാക്ക് ബിക്കോസ് പീപ്പിൾ ആർ ടയർഡ് ഓഫ് ഇറ്റ്. ലൈക്ക് ഈ ഇൻസ്റ്റഗ്രാം ആ പരിപാടി എന്തെങ്കിലും എനിക്കങ്ങനെ തോന്നുന്നു. ലൈക്ക് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യാന്നല്ലാണ്ട് മൊത്തത്തിൽ അതിലായിട്ട് പോയാൽ ഇറ്റ് വിൽ സാച്ചുറേറ്റ്. ഷെൽഫ് ലൈഫ് പറയും. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ നമ്മൾ ഡെലിവറി ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ അതോ ലൈക്ക് അല്ല, ഇപ്പം ഫോർ എക്സാമ്പിൾ എവർഗ്രീൻ എന്ന് നമ്മൾ മനസ്സിൽ കണ്ടുന്ന സിനിമകൾ ഇപ്പോഴും ഞാൻ മേഷമാധവൻ ഒക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഇറങ്ങിയ ഏത് സിനിമ വി ക്യാൻ ഗ്യാരണ്ടി ദാറ്റ് വിൽ റിമെമ്പർ 20 years later. പിന്നെ മൂവി എസ്തെറ്റിക്സ് ഭയങ്കരമായിട്ട് അല്ല ഭയങ്കരമായിട്ട് ഇതിനിടക്ക് ഒരു നെറ്റ്ഫ്ലിക്സിൽ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ ഓ മൈ ഗോഡ്, ഇറ്റ് ഫെൽറ്റ് ലൈക്ക് അല്ലല്ല ഒരു ആഡ് ഫിലിം പ്ലാസ്റ്റിക് ലുക്ക് എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ഇതെങ്ങനെ പടമായിട്ട് കാണാൻ പറ്റുന്നു. നെറ്റ്ഫ്ലിക്സിലുള്ള മൊത്തം പരിപാടി ഈ ഒരു മൂടാ എസ്തെറ്റിക്കാണ്, മൊത്തത്തിലൊരു പ്ലാസ്റ്റിക്. മ്യൂസിക് വീഡിയോസ് അങ്ങനെ അല്ലാതാവട്ടെ. ഈ 4-5 വർഷമൊക്കെ ചില മ്യൂസിക് വീഡിയോസ് മാക്സിമം കാണും, റെലവൻ്റ് ആയിട്ട് കിടക്കുമായിരിക്കും. ഇപ്പോൾ ആ വിൻഡോ കുറയും. ഇറ്റ് വിൽ ബിക്കം ആസ് ലൈക്ക് ഒരു ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഒരു വീക്ക്ലി മാസിക പോലെ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് തിങ് ടു ഫാസ്റ്റ്. പക്ഷേ എനിക്കത് നമ്മൾ ഭയങ്കരമായിട്ട് ടൈഡ് ടു മ്യൂസിക് വീഡിയോസ് ആണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ വെസ്റ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ റീവിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പഴയ മദർ ജെയിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഇപ്പോഴും ഇരുന്ന് അവർ ജനറേഷൻ I don't know about the next one. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ തന്തയാവും ഏകദേശം. ഇപ്പോഴത്തെ പിള്ളേരാണെന്നുണ്ടെങ്കിലും അവർ കാണുന്ന വീഡിയോസും എൻറ്റയർലി ഇവിടുത്തെ കൾച്ചർ ബ്രെയിൻ റോട്ട്. സോറി, now we sound like തന്തവായ കൂട്ടത്തിലിരുന്നു. ഞാൻ ജെൻസിയുടെ ഒപ്പം. അല്ല, ജെൻസിൻ്റെ ഒപ്പം ആവണമെന്നൊന്നും നിർബന്ധമില്ല. ബിക്കോസ് നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ചേച്ചീൻ്റെ മകൻ, ഞാനൊക്കെ പണ്ട് കാർട്ടൂൺ കാണുന്ന സമയത്ത് ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ ചേച്ചീൻ്റെ മകൻ ഒരു സാധനം ഇങ്ങനെ മൂവ് ചെയ്യാണ്, കുറേ കളേഴ്സൊക്കെ വരുന്നുണ്ട്, നത്തിങ് ഇമോഷണൽ, ആൻഡ് ഹി ജസ്റ്റ് വാച്ച് ഇറ്റ് ഫോർ ലൈക്ക് 2 hours. അവന് വാശിയുണ്ട്, അവന് ദേഷ്യമുണ്ട്. ലൈക്ക് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ അധികം വാശിയും ദേഷ്യമാണ്. എന്തോ ഒരു പ്ലാനിങ് പോലെ എന്തോ നമ്മുടെ തലയിൽ. I don't see things are going good with the current generation. No, it is not. ഞാനൊരു 3 മാസം ഹൈദരാബാദിൽ ഒരു VFX സ്റ്റുഡിയോയിലായിരുന്നു വർക്കിംഗ്. അതിൽ ആ ഫ്ലോറിൽ തന്നെയാണ് ചോട്ടാ ഭീം ഉണ്ടാക്കുന്നവർ, ഗച്ചിബോളിയിൽ. അപ്പോൾ ഈ ചോട്ടാ ഭീം ഉണ്ടാക്കുന്ന എനിക്ക് സൈഡിൽ ഇരുന്ന് കാണാം. എൻ്റെ കുഞ്ഞിലെ ഞാൻ പച്ചക്കറി കഴിക്കാൻ ആകെ ഉണ്ടായിരുന്നൊരു കാരണം എന്ന് പറയുന്നത് പോപ്പായി ആയിരുന്നു. പിന്നെ ചെന്താന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു, ഗ്രീൻ ആപ്പ് എടുത്ത് കഴിക്കുമായിരുന്നു. അപ്പം ഈ ചോട്ടാ ഭീമിനുള്ളിൽ ലഡു കഴിച്ചാൽ സ്ട്രെങ്ത് വെക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും തോട്ടേ അതിലേക്ക് ഇട്ടിട്ടുള്ളൂ. We deserve better cartoons. Cartoon industry. ഞാനും ഇപ്പൊ പിള്ളേരൊക്കെ ഇപ്പൊ മറ്റേ കാർട്ടൂൺസ് വേറെന്തൊക്കെയാണ് സാധനങ്ങൾ. ചേച്ചിയുടെ കൊച്ചുങ്ങൾ മറ്റേ ബ്രെയിൻ റോട്ട് എന്തോ മറ്റേ ഒരു ലൈക്ക് മൊത്തം ഇപ്പൊ പിന്നെ യൂട്യൂബ് വ്ളോഗേഴ്സ് ആണ്. അതിലൊരു 2 കൊച്ചുങ്ങളുണ്ട്.
2 കൊച്ചുങ്ങളും ഒരു അച്ഛനും. അവരെല്ലാം ഈ വീട് മൊത്തം ടോയ്സൊക്കെ ഉണ്ടാക്കി എന്തൊക്കെ കേടാക്കും, നശിപ്പിക്കും ഈ വീടിനെ. എന്നിട്ട് ഇവർ തന്നെ ഇരുന്ന് അടിച്ചു വാരും. ഇതൊരു വൈഡ് ഫ്രെയിമിൽ ഇങ്ങനെ വെറുതെ വെക്കും, ഇതിങ്ങനെ ഇരുന്ന് കാണും. കൊച്ചുങ്ങളൊക്കെ ഇരുന്ന് കാണും. അതിലിങ്ങനെ മില്യൺസ് ആണ് വ്യൂസ്. അങ്ങനെയൊക്കെ വീഡിയോസ് ഉണ്ട്. People are changing, mediums are changing. നമ്മളിങ്ങനെ ഒരു മിഡിലിൽ നിൽക്കുകയാണെന്ന് തോന്നുന്നില്ല, അങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകണോ. വീടൊക്കെ വൃത്തികേടാക്കുക, മറ്റേ മൊത്തം അരിയൊക്കെ എല്ലാവിടേക്കും എറിയുക, അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ. പക്ഷെ അതൊക്കെ മ്യൂസിക് വീഡിയോസിൽ വരാതിരിക്കട്ടെ. ലൈക്ക് വി ക്യാൻ ഫോക്കസ് ഓൺ പ്യുവർ ഡോക്യുമെന്റേഷൻ, വി ക്യാൻ ടെൽ എ സ്റ്റോറി. It's a very democratic medium. I'm also excited about the coming generation that's coming up. What are the music videos that they will make? Yeah, I'd love to see that too. I think on that note we can close the session. Not a session, we can just close this podcast. സെഷൻ ക്ലോസ് ആവാണ്. Session close ആകണം. കരയേണ്ട ബസ്സിലെ കുഴപ്പമില്ല, നമുക്ക് അടുത്ത് തന്നെ ഇരിക്കാം. വിടില്ല. വിടത്തില്ലേ? ഇതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. ഇതിന്റെ മറ്റേ എയുടെ ഒരു സാധനം വേറെ, പിന്നെ നമ്മൾ തന്തവൈബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറൊരു സാധനം ചെയ്യാം. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇറക്കുന്ന മ്യൂസിക് വീഡിയോസിനൊക്കെ നമുക്ക് ആ മൂഡ് പണ്ട് എൻ്റെ കാലത്ത്. Yeah, thank you for coming, guys. Thank you, and thank you for having us. Thank you, Karthik. Thank you so much. And enjoy it. We'll be releasing it soon. And sorry, we already put it out. So yeah, enjoy it, guys. Thanks for coming here again. Meet you in another episode.